ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് കേട്ടഡ് PYQ സെഷൻ. നമ്മൾ കഴിഞ്ഞ 2 സെഷനുകളിലായിട്ട് കഴിഞ്ഞ 2023 ഓഗസ്റ്റ് കേട്ടറ്റിലെ PYQ നമ്മൾ ലാംഗ്വേജ്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, അതുപോലെ ഗ്രാമർ, ഈ തരത്തിലുള്ള എല്ലാ ഫീൽഡുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഈ ഒരു സെഷനിൽ നമുക്ക് ചെയ്യാനുള്ളത് പെഡഗോജി, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. യസിൽ തഖ്തീത്തു സനവി. തഖ്തീത്തു സനവി എപ്പോഴാണ് നടക്കാറുള്ളത്? അത് എപ്പോഴാണ് നടക്കാറുള്ളത്? അസ്നാ കുല്ലി ഉസ്ബൂ, അസ്നാ കുല്ലി ഷഹർ, മുൻതസിഫൽ ആമുദിറാസി, ബിദായത്തുൽ ആമുദിറാസി. അതായത് ഒരു വർഷത്തേക്ക് ഉള്ള ഒരു പ്ലാനിങ്, ഇയർ പ്ലാനിങ് അല്ലേ, അങ്ങനത്തെ ആ ഒരു പ്ലാനിങ് എപ്പോഴാണ് നടത്താറുള്ളത്? ഇയർലി പ്ലാനിങ്. എല്ലാ ആഴ്ചയാണോ? എന്നാൽ എല്ലാ മാസമാണോ? എല്ലാ മാസത്തിൻ്റെ ഇടയിലാണോ? എന്നാൽ ഒരു അക്കാഡമിക് ഇയറിൻ്റെ പകുതിക്ക് വെച്ചാണോ? എന്നാൽ ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇതിന് ആൻസർ വരുന്നത് ബിദായത്തുൽ ആമുദിറാസി. അതായത് ഒരു വർഷത്തേക്കുള്ള പ്ലാനിങ് ആണല്ലേ, ഒരു വർഷത്തേക്കുള്ള അക്കാഡമിക് പ്ലാൻസ് ആണ്. അത് നമ്മൾ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരു വർഷത്തേക്കുള്ള പ്ലാൻ ചെയ്യേണ്ടത് ആ ഒരു ആമുദിറാസി അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ആ പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാതെ ഇടയിലല്ല പ്ലാനിങ് വരൽ. ആദ്യം പ്ലാനിങ്, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതാണല്ലോ. അപ്പോൾ പ്ലാനിങ് ശേഷം ഇംപ്ലിമെൻറ്റേഷൻ, അതാണല്ലോ വരാറുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ വിശദീകരണം പറയുമ്പോൾ തഖ്തീത്ത് എന്ന് പറയുമ്പോൾ തഫ്കീറു വത്തഖ്തീത്തു വദഉ അസാസിൽ അമലിയത്തി തഅലീമിയത്തി വത്തിഖാദുൽ ഖറാറി മുസ്ബിഖൻ ലിമാ യജിബുൽ ഖിയാമു ബിഹി ലിതഹ്ഖീഖി അഹ്ദാഫി മുഅയ്യന. ഒരുപാട് ലക്ഷ്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി, അക്കാഡമിക് ഇയറിൽ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുണ്ടാക്കുന്ന ഒരുപാട് കുറച്ച് അതായത് അമലിയത്ത് തഅലീമിയ, ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ പറ്റി ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു സംഗതി, ഇതിനാണ് തഖ്തീത്ത് എന്ന് പറയാറുള്ളത് അല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഈ ഒരു വർഷത്തിനുള്ളിൽ സാധിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഇതിനാണ് എന്താ പറയുക, തഖ്തീത്ത് എന്ന് പറയുന്നത്. വഹിയ അമലിയത്തുൻ തസ്ബിഖു തൻഫീദ്. ഇംപ്ലിമെൻറ്റേഷന് മുമ്പാണ് ഈ തഖ്തീത്ത് എന്നുള്ളത് ഉണ്ടാവൽ. അപ്പോൾ തൻഫീദ് എന്ന് പറയുമ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ, അതിന് മുമ്പാണ് പ്ലാനിങ് ഉണ്ടാവേണ്ടത്. ഈ അൻവാവ് തഖ്തീത്ത് കുറേ ഉണ്ട്. അത് തഖ്തീത്തു ദിറാസി, ബഈദുൽ മുദ. തഖ്തീത്തുകൾ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അത് തഖ്തീത്തു ദിറാസി ബഈദുൽ മുദ ഉണ്ട്. അതായത് ഒരുപാട് കാലത്തേക്കുള്ള പ്ലാനിങ്, അതായത് ഒരു ലോങ് ടേമിലുള്ള പ്ലാനിങ്. തഖ്തീത്തുൽ ദിറാസി ബഈദുൽ മുദ, ലോങ് ടേം. ബഈദുൽ മുദ എന്ന് പറയുമ്പോൾ ലോങ് ടേം, അതായത് അസനവി, അതായത് ഇയർലി പ്ലാനിങ് ഒക്കെ അതിൽപ്പെട്ടാണ്. ഇയർലി പ്ലാനിങ് ഒക്കെ അതിൽപ്പെട്ടാണ്. അതായത് ഇയർലി, ഇതിനെന്ത് പറയാം, തഖ്തീത്തു ദിറാസി ബഈദുൽ മുദ എന്ന് പറയാം. പിന്നെ അത് തഖ്തീത്തു ദിറാസി അസനവി എന്നും പറയാം. ഇയർലി പ്ലാനിങ് അല്ലെങ്കിൽ ലോങ് ടൈം പ്ലാനിങ്. പിന്നെ മറ്റൊരു തഖ്തീത്താണ് തഖ്തീത്തു ദിറാസി മുതവസ്സിത്തുൽ മുദ. അതായത് ഒരു ഇടത്തരം പ്ലാനിങ്, അൽ ഫസ്ലി അശ്ശഹരി. അതായത് അത് മന്ത്ലി പ്ലാനിങ് ആവാം, അല്ലെങ്കിൽ ഒരു ഫസ്ലി, അതായത് ഒരു സെമസ്റ്റർ, അങ്ങനെയൊക്കെ പറയില്ലേ, ഒരു സെമസ്റ്ററിലേക്കുള്ള പ്ലാനിങ് ആവാം, അങ്ങനെയൊക്കെ ആവാം. ഈ തഖ്തീത്തു കസീറുൽ മുദ, അത് ഷോർട്ട് ടൈമാണ്, ഒരു ഷോർട്ട് ടൈം പ്ലാനിങ്, അല്ലെങ്കിൽ ഉസ്ബുഈ, അത് വീക്കിലി ഉള്ള പ്ലാനിങ്. ഇങ്ങനെയൊക്കെയാണ് തഖ്തീത്തിൻ്റെ ഇനങ്ങളുള്ളത്. ഓക്കെ. അപ്പോൾ മറ്റു ചോദ്യമാണ് യശ്തമിലു തഖ്വീമുൽ മുസ്തമിറുൽ മുസ്തഈബ്. തഖ്വീമുൽ മുസ്തമിറുൽ മുസ്തഈബ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇത് ഉൾക്കൊള്ളിക്കുന്നു, ഇതിൽ ഉൾപ്പെടുന്ന സാധനം എന്തൊക്കെയാണ്? അതായത് നമ്മൾ CE എന്ന് പറയാറില്ലേ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, CE മാർക്ക്. അപ്പോൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന സാധനം, ഇതിലെന്തൊക്കെയാണ് ഉൾപ്പെടാറുള്ളത്? CEയിൽ അൽ ഇഖ്തിബാർ സഫി, ക്ലാസ് ടെസ്റ്റ് ആണോ, മജ്മുഅത്ത്, അങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷൻസ് ആണോ, തഖ്സീസ്, അസൈൻമെൻറ്റ്സ് ആണോ, ജമീഉ മാ ദുക്കിറ, ഈ പറഞ്ഞ എല്ലാതും ഉണ്ടോ? ഇവിടെ ജമീഉ മാ ദുക്കിറ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാതും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിന് ആൻസറായി വരുന്നത് ജമീഉ മാ ദുക്കിറ തന്നെയാണ്. അതായത് ഈ പറഞ്ഞ 3 കാര്യവും ഈ CE എന്നതിൽ വരുന്നത്, നമ്മൾ CE മാർക്ക് കൊടുക്കുന്ന ആ ഒരു വിഷയത്തിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ 3 എണ്ണവും ഇതിൽ വരുന്നതാണ്. അപ്പോൾ തഖ്വീമുൽ മുസ്തമിറുൽ മുസ്തഈബ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അല്ലേ. അപ്പോൾ ഇത് യശ്തമിലു അലൽ ഇഖ്തിബാർ സഫി, ക്ലാസ് ടെസ്റ്റുകൾ, മജ്മുഅത്ത്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അല്ലെങ്കിൽ ഗ്രൂപ്പായി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇതൊക്കെ അതിൽപ്പെടും. തഖ്സീസ് അസൈൻമെൻറ്റ്സ് ഒക്കെ അതിൽപ്പെടും. നദ്വത്തു ദിറാസിയ വഗൈരിഹ. ദിറാസിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സെമിനാർസ്, ഡിസ്കഷൻസ്, പാനൽ ഡിസ്കഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ എന്താക്കുക, ഈ CE മാർക്ക് നമ്മൾ കൊടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ഇവാലുവേഷൻ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ചെയ്യാറുള്ളത് ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു സമ്മായിട്ടാണ് നമ്മൾ ഈ ഒരു ഇവാലുവേഷൻ നടത്താറുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ സാധനം, ഈ യശ്തമിലു അല
ഇതിനെല്ലാത്തിനെയും ഈ ഒരു സാധനം ഉൾക്കൊള്ളിക്കുന്നുണ്ടല്ലേ. അതായത് ഈ പറഞ്ഞ എല്ലാ കാര്യവും ഇഖ്തിബാർ സുഫി മജ്മുഅത്ത് തഖ്സീസ് ഈ എല്ലാ കാര്യങ്ങളും ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജമീഉം അതൊക്കെ അറിയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. പിന്നെ ലൈസത്ത് മിനൽ വസായിൽ തഅലീമിയ, വസായിൽ തഅലീമിയ പെട്ടതല്ലാത്തത് അസ്വ വടി. വസായിൽ തഅലീമിയ എന്ന് പറയുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ മീഡിയംസ് നമ്മൾ ഇതിനു വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ പെടാത്ത സാധനം അസ്വ വടി. പിന്നെ അതുപോലെ കിതാബ് ദാരിസ് വിദ്യാർത്ഥിയുടെ ബുക്ക്, പിന്നെ അൽ കിതാബുൽ മുഖറർ സിലബസ് അല്ലെങ്കിൽ കിതാബ് എന്നൊക്കെ പറയാം, അൽ വസായിത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ. ഇതിലെ ഏതാണ് ഇവിടെ വസായിലെ തഅലീമിയെ പെടാത്ത സാധനം? അപ്പോൾ നമുക്ക് ബദീഹിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഈ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിൽ ആവശ്യമുള്ള വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷേ ഈ വടി എന്നുള്ള വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ ആവശ്യമില്ല അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. പിന്നെ അടുത്ത ചോദ്യം മുഹാദസത്തുൻ മുത്തമയ്യിസത്തുൻ യശ്തമിലു അലാ ഇദ്ദത്തി മുഹാദസത്തുൻ അദാഇയ്യ വ തഹരീരിയ്യ. അതായത് ഒരു അദാഇയ്യ തഹരീരിയ ഒരു എഡിറ്റേഡ് അല്ലെങ്കിൽ ആ രൂപത്തിലേക്കുള്ള ഒരുപാട് കോൺവെർസേഷൻസ് ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മുഹാദസ അതേതാണ് നമ്മുടെ ചോദ്യം. മൻദൂമ്, ഹിവാർ, ഖിസ്സത്തുൽ ഖസീറ, മസ്റഹിയ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മുഹാദസ ഒരു കോൺവെർസേഷൻ ഇത് നടക്കാറുള്ള ഒരു സംഭാഷണവും ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു തഹരീറൊക്കെ ചെയ്യപ്പെട്ട് ഒരു എഡിറ്റൊക്കെ ചെയ്യപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ട് നിർവഹിക്കപ്പെടുന്ന ഒരു കോൺവെർസേഷൻ ഏതാണ് നമ്മുടെ ചോദ്യം. മൻദൂമ പറയുമ്പോൾ കവിതയാണോ, ഹിവാർ കോൺവെർസേഷനാണോ, ഖിസ്സ ഖസീറ ഷോർട്ട് സ്റ്റോറീസ് ആണോ, മസ്റഹിയ നമ്മുടെ ആക്ട് അതായത് നാടകങ്ങളാണോ, പ്ലേസ് ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? മസ്റഹിയാണ്. മസ്റഹിയാണ് പ്രത്യേകമായി രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭാഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രത്യേക രൂപത്തിലുള്ള മുഹാദസ സംഭവിക്കുന്നത് മസ്റഹിയിലാണല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ആൻസറായി വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം അൽ മുൽസഖാത്തു വസ്സബൂറത്തു മിനൽ വസായിലി, അതായത് ഈ ബോർഡ് അതുപോലെ തന്നെ ചാർട്ടുകൾ ഇതൊക്കെ അതുപോലെ ബോർഡ് അതുപോലെ തന്നെ മുൽസഖാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ടീസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്തിൽപ്പെട്ടാണ്? മിനൽ വസായിലി അത്തഅലീമിയത്തുൽ ഹറക്കിയാണോ, അത്തഅലീമിയത്തുൽ ബസരിയ, അത്തഅലീമിയത്തുൽ സമഇയ, അത്തഅലീമിയ സമഇയ അൽ ബസരിയ, ഇതിലേതിലാണ് പെടുത്തം? ഇതൊക്കെ ഓരോ മിനൽ വസായിൽ തഅലീമിയത്തുൽ ഹറക്കിയ അൽ വസായിൽ തഅലീമിയത്തുൽ ബസരിയ, അതായത് വിഷ്വൽ മീഡിയ ആണോ, അതല്ല ഓഡിയോ വിഷ്വൽ മീഡിയ ആണോ, അല്ലെങ്കിൽ ഓഡിയോ മീഡിയ ആണോ, അങ്ങനെ ഏത് രൂപത്തിലുള്ള മീഡിയയിലാണ് ഈ മുൽസഖാത്തും സബൂറത്തൊക്കെ ഉൾപ്പെടാറുള്ളത്, ഈ ബോർഡൊക്കെ? അപ്പോൾ ഇതിന് നമുക്ക് ബദിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ലേ, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഈ തഅലീമിയ അൽ ബസരിയയിലാണ്. കാരണം ഇത് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നമ്മൾ എഴുതി കാണിക്കാൻ, ഇത് അവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ സബൂറയും നമ്മുടെ ബോർഡും വൈറ്റ് ബോർഡും അതുപോലെ ബ്ലാക്ക് ബോർഡ് ബാക്കിയുള്ള ചാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇത് തഅലീമിയ അൽ ബസരിയ എന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെ അപ്പോൾ ഇവിടെ വസീലത്തു തഅലീമിയ എന്ന് പറയുമ്പോൾ ഹിയ കുല്ലു അദാത്തിൻ യസ്തഖദിമുൽ മുഅല്ലിമു മിൻ അജ്ലിൽ തഹ്സീനി അമലിയത്തി തഅലീമി വത്തഅല്ലുമി, പഠിപ്പിക്കുക ഈ ഒരു വിഷയത്തിൽ മുഅല്ലിമ് അതിൻ്റെ ഒരു നല്ലൊരു ആ ഒരു പഠിപ്പിക്കൽ നല്ല രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ അദാത്തുകളും നമ്മൾ എന്ത് പറയും? അൽ വസായിൽ തഅലീമിയ എന്ന് പറയും, അല്ലെങ്കിൽ വസീലത്തു തഅലീമിയ എന്ന് പറയും. അതിൻ്റെ ഇനങ്ങളാണ് വസായിൽ ബസരിയ ഉണ്ട്. അതായത് വസായിൽ ബസരിയ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലേ, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള വിഷ്വൽ വസായിലു വൽ അദവാത്തുൽ മുതഅദ്ദിദ അലൽ ബസർ, അതായത് കാണാൻ കഴിയുന്ന അൽ മുഅ്തമദ് അലൽ ബസർ, കാഴ്ചയുടെ മേൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വസീലത്തുകൾ. അപ്പോൾ ഇവകൾ ഏതൊക്കെയാണ്? സബൂറത്ത്, ബോർഡ്, റുസൂമുൽ ബയാനിയ, പിന്നെ അതുപോലെ തന്നെ ചിത്രങ്ങളിലെ അൽ ബിത്വാഖാത്ത് കാർഡുകൾ, അൽ ലൗഹാത്ത് ബോർഡുകൾ, ഖുറത്തുൽ അർദിയ നമ്മുടെ ഗ്ലോബ്, അൽ ഹറായിത്ത് മാപ്പ്, ഇതൊക്കെ ഇതിൽപ്പെട്ട വസായിൽ ബസരിയപ്പെട്ടാണ്. അൽ വസായിൽ സമഇയ എന്ന് പറയുമ്പോൾ അൽ അദവാത്തുല്ലതി തഅതമിദു അല സമഇ, കേൾവി, അത് കേൾക്കാനാണ്, ഓഡിബിളാണ്. മറ്റേത് വിഷ്വൽ എന്നത് ഓഡിബിളാണ്. ഓക്കെ. അപ്പോൾ അതായത് സമഅ് മാത്രമുള്ളത്, അപ്പോൾ അതിനെയാണ് വസായിൽ സമഇയ എന്ന് പറയുന്നത്. മിസ്ല അൽ ഇദാഅത്തുൽ മദ്രസിയ ദാഖിലിയ, റേഡിയോ അല്ലേ, സ്കൂൾ റേഡിയോ, അതുപോലെ റേഡിയോ, അൽ ഹാക്കി, അൽ ഗ്രാമഫോണൊക്കെ അല്ലേ,
അജ്ഹദ് തസ്ജീൽ സൗത്തി, പിന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ വസായിലു സമഇയ്യയിൽ ഉൾപ്പെട്ടതാണ്. പിന്നെ അടുത്താണ് അൽ വസായിലു സമഇയ്യ അൽ ബസരിയ. രണ്ടും ഓഡിയോ ആൻഡ് വിഷ്വൽ രണ്ടും പാടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സാധനം. അൽ മവായിദു അൽ അദവാത്തുള്ളത് തഅ്തമിദു അല ഹാസത്തൈ സമഇ വൽ ബസരി. രണ്ടെണ്ണത്തിന് സെമിൻ്റെയും ബസറിൻ്റെയും രണ്ട് രൂപത്തിലുള്ള സെൻസിനെയും ഉൾക്കൊള്ളിക്കുന്ന, ഓക്കെ, രണ്ടിനെയും എത്തിമാദ് ചെയ്യുന്ന, ഡിപ്പെൻഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള അത്തപാത്തുകൾ, അത്തരത്തിലുള്ള ഡിവൈസുകളൊക്കെയാണ് നമ്മൾ എന്ത് പറയുക വസായിലു സമഇയ്യ അൽ ബസരിയ എന്ന് പറയാറുള്ളത്. അൽ അഫ്ലാമുൻ നാത്തിഖ, സംസാരമൊക്കെ ഉള്ള വൽ മുത്തഹരിക്ക, ഈ കാർട്ടൂൺ ആനിമേഷൻസ് ഇതുപോലത്തെ ഫിലിമുകളൊക്കെ. അൽ അഫ്ലാമു സാബിത അൽ മസ്ഹൂബത്തി ബി തസ്ജീലാത്തി സൗത്തിയ, സൗണ്ടും ഒക്കെയുള്ള അങ്ങനത്തെ സിനിമകൾ. പിന്നെ അത്തിൽഫാസ് അൽ വീഡിയോകളും ടി വിയിൽ കാണുന്ന വിഷ്വൽസ് എല്ലാം ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ശബ്ദവും അതുപോലെ തന്നെ കാഴ്ചയും ഒക്കെ രണ്ടും ഒരുമിച്ചുണ്ടാവുന്ന ഈ ഒരു വസായിൽ, ഈ ഒരു ഡിവൈസുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീഡിയംസിന് നമ്മൾ എന്ത് പറയും? അൽ വസായിൽ സമഇയ്യ അൽ ബസരിയ എന്ന് പറയും. ഇനി അടുത്ത ചോദ്യമാണ് ഇജ്രി തഖയ്യിമുൽ മുസ്തമിർ. ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അത് നടക്കുന്നത് എപ്പോഴാണ്? അത് എപ്പോഴാണ് നടത്താറുള്ളത്? ഇവാലുവേഷൻ നിഹായത്തുൽ ആമി ദിറാസി, അക്കാഡമിക് ഇയറിൻ്റെ അവസാനത്തിലാണോ? നിഹായത്തു തദ്രീസ്, അതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ? അസ്നാ തദ്രീസ്, ഈ ഒരു പഠനം നടക്കുന്നതിനിടയിൽ, പഠിപ്പിക്കുന്ന ആ ഒരു അക്കാഡമിക് ഇയറിൻ്റെ ഇടയിലാണോ? നിഹായത്തുൽ ഫസ്ലു ദിറാസി, എന്നാൽ ഓരോ സെമസ്റ്ററുകളുടെ അവസാനത്തിലാണോ? അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ ഈ തഖയ്യിമുൽ മുസ്തമിർ, അതായത് ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ CE നടക്കാറുള്ളത്? അപ്പോൾ അതിൻ്റെ ഉത്തരം അസ്നാഉ തദ്രീസ് ആണ് അല്ലേ? അസ്നാഉ തദ്രീസ്, അതായത് ഇതൊരു പഠന പ്രക്രിയ നടക്കുന്നതിന് ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു തഖയ്യിമുൽ മുസ്തമിർ അല്ലെങ്കിൽ CE, ഈ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടക്കേണ്ടത് ആ സമയത്താണ് അല്ലേ? ആ സമയത്ത് നടത്തുന്നതിനനുസരിച്ചാണ് നമ്മൾ മാർക്ക് വിദ്യാർത്ഥികൾ കൊടുക്കാറുള്ളത്. അപ്പോൾ തഖയ്യിമുൽ മുസ്തമിർ എന്ന് പറയുമ്പോൾ അമലിയത്തു തഖയ്യിമി യസ്തഖ്ദിമു ഫീഹൽ മുഅല്ലിമു അസാലീബ മുതനവ്വിഅ മിന തഖയ്യിമി വഹിയ അമലിയത്തുൻ മുസ്തമിറത്തുൻ തത്തിമു ബിത്തസാമുനി മഅ അമലിയത്തു തദ്രീസ്. അതായത് ഈ തഖയ്യിമുൽ മുസ്തമിർ എന്ന് പറയുമ്പോൾ അത് മുഅല്ലിമ് പ്രത്യേക സ്റ്റൈലൊക്കെ ഉപയോഗിച്ചിട്ട്, പ്രത്യേക കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തഖയ്യിം ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതെപ്പോഴുണ്ടാകുക? വഹിയ അമലിയത്തുൻ മുസ്തമിറത്തുൻ തത്തിമു ബിത്തസാമുനി മഅ അമലിയത്തു തദ്രീസ്. അതൊരു തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. അത് നടക്കാറുള്ളത് തത്തിമു ബിത്തസാമുനി, അതായത് അതൊരു പാരലായി നടക്കുന്നത്, അതായത് ഒരുമിച്ച് സംഭവിക്കുന്നതാണ്. മഅ അമലിയത്തു തദ്രീസി, അതായത് ഒരേ സമയത്ത് നടക്കുന്ന ഒരു തദ്രീസ് നടക്കുന്ന അതേ സമയത്ത് തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ തഖയ്യിമുൽ മുസ്തമിർ എന്നുള്ളത്. ഓക്കെ, അമിൻ അദവാത്തിഹി, ഈ തഖയ്യിമുൽ മുസ്തമിറിൻ്റെ അദവാത്തുകൾ പെട്ടത് വാജിബാത്ത്, മുഷാറക്കത്ത്, തദ്രീബാത്ത്, ഇഖ്തിബാറാത്ത്, ഇതൊക്കെ ഈ CEയിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ. വാജിബാത്ത് അതായത് നമ്മൾ ഹോംവർക്കൊക്കെ കൊടുക്കില്ല, അതുപോലെ മുഷാറക്കത്ത് വിദ്യാർത്ഥികൾ എത്രത്തോളം ആക്ടിവിറ്റീസിലൊക്കെ പങ്കുകൊള്ളുന്നുണ്ട്, അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഇതിലൊക്കെ എത്രത്തോളം അവരുടെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പിന്നെ തദ്രീബാത്ത് പരീക്ഷകൾ, അതുപോലെ ഇഖ്തിബാറാത്ത്, ഇതും പരീക്ഷകളെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ തദ്രീബാത്ത് എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ്, ഇതിലൊക്കെ എത്രത്തോളം അവർ പങ്കു ചേരുന്നുണ്ട്, അതിലൊക്കെ എത്രത്തോളം അവർ ഫലവത്തായി ഇടപെടുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്താക്കുക ഈ തഖയ്യിമുൽ മുസ്തമിർ, അതായത് CE കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമ്മൾ നടത്താറുള്ളത്. പിന്നെ അടുത്ത ചോദ്യമാണ് റായിദു നദരിയത്തിൽ പെഡഗോജിയൽ ഇന്തിഖാദിയ. പെഡഗോജിയൽ ഇന്തിഖാദിയൻ്റെ റായിദ് ആരാണ്? ഈ ഒരു തിയറിൻ്റെ റായിദ്, ഇതിൻ്റെ പയനിയർ, ഇതിൻ്റെ തുടക്കക്കാരൻ ആരാണ്? ഇത് ആരാണ് മുന്നോട്ട് വെച്ചത് ഈ ആശയം? അപ്പോൾ സോൺഡായ്ക്ക്, പാവ്ലോവ്, സ്കിന്നർ, പാവ്ലോവ്, ഫ്രേറി എന്നുള്ള ഈ നാല് ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ആരാണ് ഇതിൻ്റെ റായിദ് ചോദ്യം. അപ്പോൾ ഇതിന് ഉത്തരമായി വരുന്നത് പാവ്ലോവ് ഫ്രേറി എന്നുള്ള ഈ ഒരു വ്യക്തിയാണ് ഇതിന് ഉത്തരമായി വരുന്നത്. അപ്പോൾ അദ്ദേഹം അസസ ഇൽമ തർബിയത്തിൻ നഖദി അൽ ഫൈലസൂഫ് വൽ മുഅല്ലിം അൽ ബ്രസീലി. ഇദ്ദേഹം പാവ്ലോ ഫ്രേറി, ഇദ്ദേഹം ഒരു ബ്രസീലിയനാണ്. അദ്ദേഹമാണ് ഈ ഒരു സംഗതി, ഈ ഒരു തിയറി മുന്നോട്ട് വെച്ച ആൾ. ഓക്കെ, അല്ലാതെ റവ്വജ ലഹു മിൻ ഖിലാലി കിതാബിഹി അസ്വാദിർ 1968 ബി ഉൻവാനി പെഡഗോജിയ അൽ മുത്തഹിദീൻ. പെഡഗോജിയ അൽ മുത്തഹിദീൻ എന്ന ഈ ഒരു പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട്. ആ കിതാബ് 1968 പ്രസിദ്ധീകരിച്ച ആ ഒരു കിതാബിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തർബിയത്തു നഖദി, ഈ ഒരു സാധനം, ഈ
ഈ ഒരു നദരിയത്തുൽ പെഡഗോജിയ അൽ ഇന്തിഖാദിയ ഇതിന് അദ്ദേഹം വ്യക്തമാക്കി തരുന്നത് നമ്മുടെ സമൂഹത്തോട് സംവദിക്കുന്നത്. അതിലൂടെയാണ് അദ്ദേഹം അതിൻ്റെ റായിദായി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രസീലിയൻ മുഅല്ലിമും അതുപോലെ ഒരു ഫൈലസൂഫ് അതായത് ഒരു ഫിലോസഫറൊക്കെ ആയ പൗലോ ഫ്രേറി എന്ന അദ്ദേഹമാണ് ഇതിൻ്റെ റായിദായി അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് നിർമ്മിച്ചത്. പിന്നെ അടുത്ത ചോദ്യം, ലൈസത്ത് മിൻ വദായിഫിൽ ലുഗത്ത് എന്ന ഉലമാഇ ലുഗവിയ്യ. ലിംഗ്വിസ്റ്റിക്സ് അവരുടെ അടുത്ത് ഒരു ഭാഷയുടെ ഒരു ഫങ്ഷൻ അതല്ലാത്തത് ഈ കൂടുതൽ ഏതാണെന്ന്. വലീഫ മാലിയ, ഫിനാൻഷ്യലി, വലീഫ ഫിക്രിയ, വലീഫ സഖാഫിയ, വലീഫ തഅബീരിയ. ഇതിലേതാണ് ഭാഷയുടെ ഒരു ഫങ്ഷൻ അല്ലാത്തത്? വലീഫ ഫിക്രിയ നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ വലീഫ സഖാഫിയ ഇത് ആവശ്യമുണ്ട്, കൾച്ചറൽ ഫങ്ഷൻസ്, പിന്നെ തഅബീരിയ അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ബദീഹിയായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും വലീഫ മാലിയാണല്ലേ. ഇതൊരു ഭാഷൻ്റെ ഒരു വലീഫത്തായിട്ട് നമ്മൾ പറയാറില്ല അല്ലേ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഭാഷ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വലീഫയായിട്ട് ഉൾപ്പെടുന്നു. അതായത് വലീഫ മാലിയ എന്നുള്ളത് അതതിൻ്റെ വലീഫയിൽ പെട്ടതല്ല, ഭാഷൻ്റെ വലീഫകളിൽ പെട്ടല്ല. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ, വലീഫ മാലിയ. ഇനി മറ്റൊരു ചോദ്യം, ഇഖ്തരി സ്വഹിഹാൻ മഹാറത്തി തലക്കൽ അസ്ഇല. ചോദ്യത്തിനെ നേരിടുമ്പോൾ അതിനുള്ളൊരു മഹാറത്ത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ചോദ്യം ചോദിക്കണം നമ്മൾ, അപ്പോൾ അതിന് ഉണ്ടാവേണ്ട എബിലിറ്റീസ്, കഴിവ് എന്തൊക്കെയാണ് എന്ന ചോദ്യം. അപ്പോൾ യുമില്ലു തുല്ലാബ് അലൽ ഇജാബ. വിദ്യാർത്ഥികളെ മറുപടി പറയുമ്പോൾ വിദ്യാർത്ഥികൾ എന്താക്കുക, നമ്മളാകെ മുഷിപ്പിക്കുക, അവരെ മടുപ്പിക്കുക. തഅസീസുൽ ഇജാബത്തി സ്വഹീഹ, അതായത് റൈറ്റ് ആൻസേഴ്സിനെ അതിനെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അസ്സുഖരിയത്ത് മിൻ ഇജാബത്തി ത്വാലിബ്, അതായത് വിദ്യാർത്ഥി മറുപടി പറയുമ്പോൾ അതിനെന്താക്കുക, നമ്മൾ കളിയാക്കുക. പിന്നെ കുല്ലൻ സ്വഹീഹ്, ഇതെല്ലാം സ്വഹീഹാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ കുല്ലൻ സ്വഹീഹ് നമ്മുടെ ഓപ്ഷനിലുണ്ട്, പക്ഷേ അതിവിടെ റൈറ്റ് ആൻസറായി വന്നിട്ടില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പലതിലും കുല്ലൻ സ്വഹീഹ് എന്തായിരുന്നു, ജമീഉ ഹാദിയൊക്കെ റൈറ്റ് ആൻസറായി വന്നേ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ശരിയാണെന്നുള്ളത് എല്ലായിടത്തും ശരിയാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ തഅസീസുൽ ഇജാബത്തി സ്വഹീഹ, നല്ല ആൻസറുകളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ ചോദ്യം ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾ നല്ല ആൻസറൊക്കെ പറയാൻ വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യണം. അല്ലാതെ അവരെന്താക്കല്ല, അവർ മറുപടി പറയുമ്പോൾ അവരെ കളിയാക്കലോ, ഒരു റോങ് ആൻസർ പറഞ്ഞാൽ അവരെ കളിയാക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അവരെ മറുപടി പറയുമ്പോൾ അവരെ ചടപ്പിക്കുന്ന ഒരു പരിപാടി അതൊന്നും ഉണ്ടാവരുത്. അവരെ നല്ല ശരിയായ ആൻസറിൽ പറയാൻ അവരെങ്ങനെ പ്രേരിപ്പിച്ച് അവരെ ഇങ്ങനെ ജസ്റ്റ് എപ്പോഴും എൻകറേജ് കൊണ്ടുവരണം. അപ്പോൾ അതാണ് ഇവിടെ റൈറ്റ് ആൻസർ, തഅസീസുൽ ഇജാബത്തി സ്വഹീഹ എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫി റഈസ് കീനാർ അന്ന തിഫ്ല യൂലദു വദിഹ്നുഹു സഫ്ഹത്തുൻ ഡാഷ്. അതായത് ഒരു കുട്ടി ജനിക്കുന്നു, ആ സമയത്ത് അവൻ്റെ ദിഹിന്, അവൻ്റെ ബുദ്ധി, അവൻ്റെ മൈൻഡ് സഫ്ഹത്തുൻ, അതൊരു പേജാണ്. എങ്ങനത്തെ പേജാണ്? സഫ്ഹത്തുൻ സൗദ, കറുത്ത പേജാണോ? ഖദറ പച്ചയാണോ? ഹംറ ചുവപ്പാണോ? ബൈള വെള്ളാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏത് വേർഡാണ് ഇവിടെ? അത് എങ്ങനത്തെ പേജാണെന്ന് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് സഫ്ഹത്തുൻ ബൈള. അതായത് ഒരു വിദ്യാർത്ഥി ജനിക്കുമ്പോൾ അവൻ്റെ ദിഹിന്, അവൻ്റെ മൈൻഡ് അതൊരു വെളുത്ത ഒരു വൈറ്റ് പേപ്പർ പോലെയാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മിന ദിറാസാത്തിൽ ഹദീസത്തി ഫി മജാലി ഇൽമുൽ ലുഗത്തിൻ നഫ്സി. ഇത് ഈ ഇൽമുൽ ലുഗത്തിൻ നഫ്സി അതിൽപ്പെട്ട ആ ഒരു തിയറിയിലൊക്കെ പെടുന്നൊരു കാര്യമാണിത്. ഓക്കെ, പിന്നെ അഷാറ സ്കിന്നർ, BF സ്കിന്നറാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നത് എന്താ? അദ്ദേഹം ഇലൽ ലുഗത്തി അല അന്നഹ ആദത്തുൻ മുക്തസബത്തുൻ. അതായത് ഈ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നേടിയെടുക്കേണ്ട ഒരു കഴിവാണല്ലേ, നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു കഴിവാണ്. മസലുഹാ ഫി ദാലിക മസലു ആദാത്തുൽ ഇൻസാനിൽ ഉഖ്റ, അല്ലെങ്കിൽ മിസ്ലുഹാ ഫി ദാലിക മിസ്ലു ആദാത്തുൽ ഇൻസാനിൽ ഉഖ്റ അല്ലത്തി യക്തസിബുഹ അബ്റ മറാഹിൽ നമുവിഹി. അതായത് മനുഷ്യൻ്റെ മറ്റു പല ആക്ടിവിറ്റീസ്, മറ്റു പല ആദത്തുകളും ഉണ്ടല്ലേ, അതൊക്കെ മനുഷ്യനെ നേടിയെടുക്കുന്നത് എങ്ങനെ? അവൻ്റെ വളർച്ചയിലൂടെ. അവൻ വളർന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ കൂടെ വളർന്നു വരുന്നതാണ് പല കാര്യങ്ങളും, പല സ്കില്ലുകളും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വളരുന്നതിൻ്റെ ഇടയിൽ അക്വയർ ചെയ്യുന്ന ഒരു സ്കില്ലാണ് ഈ ഭാഷ എന്നുള്ളത്. പിന്നെ അങ്ങനത്തെ ഒരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു ആലിമുൻ നഫ്സി ആട്ടോ, ഒരു സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം.
ഓക്കെ, ഈ സ്കിന്നർ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വസഫ സ്കിന്നർ അത്തിഫിൽ, അദ്ദേഹം കുട്ടികളെ പറ്റി പറയുന്നത് എന്നഹു യൂലദു വദിഹ്നുഹു സഫഹത്തുൻ ബൈള, അതാണ് അദ്ദേഹത്തിൻ്റെ കോട്ടിങ്. ഖാലിയത്തും മിനൽ ലോകത്ത് തമാമൻ, അദ്ദേഹത്തിൻ്റെ കോട്ടിങ് ഇതാണ് എന്നഹു യൂലദു വദിഹ്നുഹു സഫഹത്തുൻ ബൈള ഖാലിയത്തും മിനൽ ലോകത്തി തമാമൻ. അതായത് ഭാഷയും ഒന്നുമില്ലാത്ത ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ, അങ്ങനെ ആയിരിക്കും ഒരു കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡുള്ളത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ അവർ വളർന്നു വരുന്നതിലൂടെ അവരോരോ ലാംഗ്വേജും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അക്വയർ ചെയ്യുന്നത് പോലെ ഭാഷയും അവരെന്താവും അക്വയർ ചെയ്യും. അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. കാന ആലിമൻ നഫ്സി വ ഫൈലസൂഫ് ഇജ്തിമായി അമേരിക്ക, അദ്ദേഹം അമേരിക്കക്കാരനാണ്, അതുപോലെ ഒരു ഫിലോസഫറാണ്, സോഷ്യലിസ്റ്റാണ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ലൈസ മിനൽ മുഹാദസാത്ത്, മുഹാദസാത്തിൽ പെട്ടതല്ല, അതായത് സംഭാഷണം ആ ഒരു രൂപത്തിൽ പെടാതെ തഖ്വീം ഹിവാർ മസ്രഹിയ അരിവായ, ഇതിൽ സംഭാഷണം ഇല്ലാത്തത് ഏതിലായിരിക്കും എന്ന ചോദ്യം. അപ്പോൾ ഹിവാറിൽ എന്തായാലും സംഭാഷണം ഉണ്ടാവും. തഖ്വീം എന്ന് പറയുമ്പോൾ ഒരു കലണ്ടർ അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ എന്നൊരു അർത്ഥം വരും. പിന്നെ ഹിവാർ സംഭാഷണം, മസ്രഹിയ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലേസ് നാടകങ്ങൾ, റിവായ എന്ന് പറയുമ്പോൾ നോവൽ അല്ലേ. അപ്പോൾ ഏതിലാണ് ഒരു സംഭാഷണത്തിൻ്റെ സാധ്യത ഇല്ലാത്ത ഏതിലാണ്? ഓക്കെ, അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം തഖ്വീമിലായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഒരു സംഭാഷണം എന്നൊരു സംഗതി വരുന്ന ഒരു സാധനമാണല്ലേ. അപ്പോൾ തഖ്വീം എന്നുള്ളതാണ് അവിടെ റൈറ്റ് ആൻസർ. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം ഇഖ്തറഅൽ ആലിമുൻ നഫ്സി ഡേഷ് ജെയിംസ് ആഷിർ അൽ ഇസ്തിജാബത്ത് അൽ ബദനിയ അൽ കാമില. ഇസ്തിജാബത്തുൽ ബദനിയത്തുൽ കാമില, ഈ ഒരു തിയറി ഇത് മുന്നോട്ട് വെച്ചത്, ഇതിനെ ഇഖ്തിറാ ചെയ്തത്, ഇതിനെ സജസ്റ്റ് ചെയ്തത് ആരാണ്? ജെയിംസ് ആഷിർ എന്ന ഒരു ആലിമുൻ നഫ്സി സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ആലിമുൻ നഫ്സി ഡാഷ്, അതായത് അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നാണ് ചോദ്യം. റഷ്യനാണോ, മിസ്രിയാണോ, ഹിന്ദിയാണോ, അമേരിക്കക്കാരനാണോ? അപ്പോൾ ഇതാണ് അവിടെ ചോദ്യം. അപ്പോൾ നമ്മളവിടുത്തെ ഇത് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ അമേരിക്കക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ജെയിംസ് ആഷിർ എന്ന ഈ ഒരു സൈക്കോളജിസ്റ്റ് അമേരിക്കനാണ്. ഓക്കെ, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഉസ്ലൂബുൽ ഇസ്തിജാബത്തുൽ ജസദിയ അൽ കാമില, ഇതാണ് ഈ സാധനം. ഓക്കെ, അതായത് അൽ ഇസ്തിജാബത്തുൽ ബദനിയത്തുൽ കാമില അല്ലെങ്കിൽ അൽ ഇസ്തിജാബത്തു അൽ ജസദിയ അൽ കാമില, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് മെത്തേഡ്, ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് മെത്തേഡ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയല്. ഓക്കെ, ഈ ത്വരീഖത്തുൽ തദ്രീസിൽ ലുഗത്തി, ഭാഷ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. കാമബി തത്വീരിഹ ആലിമുൻ നഫ്സ് അൽ അംരീക്കി ജെയിംസ് ആഷിർ എന്ന ഈ വ്യക്തിയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഫിസ്സബിഅീനിയാത്ത് 1970-കളാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തുഅദ്ദു ഹാദിഹി ത്വരീഖത്തു മുഹിമ്മത്തൻ ഫി തഅലീമിൽ അത്ഫാലി അൽ ലുഗത്ത സാനിയ, മറ്റൊരു ഭാഷ പഠിപ്പിക്കുമ്പോൾ, ഒരു ഫോറിൻ ലാംഗ്വേജ്, മറ്റൊരു ഭാഷ, അതായത് ലോകത്തിൽ മദർ ടങ് അല്ലാത്ത മറ്റൊരു ഭാഷ പഠിപ്പിക്കാൻ ഉപയോഗിക്കപ്പെടാവുന്ന നല്ലൊരു ബെസ്റ്റ് മെത്തേഡായിട്ട് ആണ് ഇദ്ദേഹം ഇതിനെ കണക്കാക്കുന്നത്. അതായത് ഈ ഒരു മാർഗത്തിന് അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു ചോദ്യം അൽ അഹ്ദാഫു റഈസിയ്യത്തു ലി തഅലീമിൽ ലുഗത്തി ഫിൽ മദാരിസ്, മദ്രസകളിൽ ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ ബേസിക് ഗോൾസ് എന്താണ്, മെയിൻ ഗോൾസ് എന്തൊക്കെയാണ്, എന്തിനാണ് ഭാഷ പഠിപ്പിക്കുന്നത്? അത്തഅബീർ ഷഫഹി, അതായത് സംസാരം ഒരു നല്ല രൂപത്തിലുള്ള സംസാരമൊക്കെ ഉണ്ടാവണം, ആ ഭാഷയിൽ നല്ല രൂപത്തിൽ സംസാരം ഉണ്ടാവണം. ഫഹ്മുൽ ലുഗത്തുൽ മസ്മൂഅ, കേൾക്കുന്ന ആ ഭാഷ മനസ്സിലാവണം. ഫഹ്മുൽ ലുഗത്തുൽ മക്തൂബ, അതുപോലെ തന്നെ എഴുതപ്പെട്ട ആ ഭാഷ, എഴുതപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ജമീഉ മാ ദുക്കിറ, ഈ പറയപ്പെട്ട എല്ലാതും ഈ ഒരു അഹ്ദാഫ് റഈസിയ്യൽ തഅലീമുൽ ലുഗ, ഭാഷ പഠിപ്പിക്കാനുള്ള മെയിൻ ഗോൾസ് പെട്ടതാണ്. അപ്പോൾ ഇവിടെ ജമീഉ മാ ദുക്കിറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ഓപ്ഷൻസും ജസ്റ്റ് നല്ല മട്ടത്തിൽ വായിച്ചിട്ട് നോക്കിയാൽ നമുക്ക് ഇവിടെ ആൻസർ ശരിക്കും കിട്ടും. ഇതിൻ്റെ ആശയം ആൻസർ വരുന്നത് ജമീഉ മാ ദുക്കിറ തന്നെയാണ്. അത് അത്തഅബീറു ഷഫഹി, അതായത് നമുക്കിവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണമല്ലേ. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വായയിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അത് ഭാഷൻ്റെ ഒരു മെയിൻ ലക്ഷ്യമാണ്. പിന്നെ ഫഹ്മുൽ ലുഗത്തുൽ മസ്മൂഅ, മറ്റൊരാൾ നമ്മളോട് പറയുമ്പോൾ കേൾക്കുന്ന സാധനം നമുക്ക് മനസ്സിലാവണം. അതും ഭാഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പിന്നെ ഫഹ്മുൽ ലുഗത്തുൽ മക്തൂബ, എഴുതപ്പെട്ട സാധനങ്ങൾ വായിക്കുമ്പോൾ അതും നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 3 എണ്ണവും ഇതിൻ്റെ അഹ്ദാഫ് റഈസിയ്യയിൽ പെട്ടതായതുകൊണ്ട് ജമീഉ മാ ദുക്കിറാണ് ഇവിടെ ആൻസർ. മറ്റൊരു ചോദ്യം നഊം ചോംസ്കി, അതായത് നോം ചോംസ്കി ഹുവ ഫൈലോസൂഫുൻ വ ലുഗവിയ്യുൻ ഡാഷ്, അദ്ദേഹം
ഫിലോസഫറാണ്, അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റിക്കാണ്. അത് അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? അമേരിക്ക, ഹിന്ദി, നംസാവി, ഇഞ്ചുലീസി. നംസാവി എന്ന് പറയുമ്പോൾ ഓസ്ട്രിയ, ഇഞ്ചുലീസി എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലെ ലണ്ടൻ, ഹിന്ദി അമേരിക്ക. അപ്പോൾ അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന ചോദ്യം. അപ്പോൾ നോം ചോംസ്കി എന്താണ്? അമേരിക്കക്കാരനാണ്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനായ ഫിലോസഫറും ലിംഗ്വിസ്റ്റിക്കുമാണ്. അപ്പോൾ നംസാവി എന്ന് പറയുമ്പോൾ ഓസ്ട്രിയ അതല്ല, ഇഞ്ചുലീസി ബ്രിട്ടീഷ് അല്ല, ഹിന്ദി ഇന്ത്യനും അല്ല, അമേരിക്കക്കാരനാണ് അദ്ദേഹം. അപ്പോൾ ഉസ്താദു ലീസാനിയാത്ത് ഫൈലോസോഫ് അമേരിക്ക. അദ്ദേഹം ലിംഗ്വിസ്റ്റിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മേഖല, അതുപോലെ തന്നെ ഫൈലോസോഫ്, അദ്ദേഹം ഫിലോസഫർ കൂടിയാണ്. പിന്നെ യഅമലു ഷോംസ്കി ഉസ്താദും ഫഖീയൻ ഫി ലിസാനിയാത്ത്. അദ്ദേഹം ഫി ഖിസ്മിൽ ലിസാനിയാത്തി വൽ ഫൽസഫ ഫി മഅഹദി മസാച്യൂസെറ്റ് ടെക്നോളജിയ അല്ലത്തി അമില ഫീഹ അക്സറമിൻ 50 വർഷം. അതായത് 50 വർഷത്തോളമായിട്ട് മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ, അതായത് MIT അമേരിക്കയിലുള്ള മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അദ്ദേഹം 50 വർഷമായിട്ട് ഈ ലിംഗ്വിസ്റ്റിക്സ് അതുപോലെ ഫിലോസഫി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. ഒരു വെറ്ററൻ ടീച്ചറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. പിന്നെ യൂസഫ് ഷോംസ്കി ബി അന്നഹു അബു ഇൽമിൽ ലിസാനിയത്തുൽ ഹദീസ്. മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പിതാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പിതാവായിട്ടാണ് ഈ ചോംസ്കി അറിയപ്പെടുന്നത്. യൂസഫ് പറയുമ്പോൾ ഹീ ഈസ് ഡിസ്ക്രൈബ്ഡ്, അദ്ദേഹത്തിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അൽ കലിമത്തുൽ മുആദലത്തുൽ ഇക്തിസാബുൽ ലുഗ. ഇക്തിസാബുൽ ലുഗ എന്ന ഈ വേർഡിനോട് തുല്യമായ ഇംഗ്ലീഷ് പദം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് ലാംഗ്വേജ് ജനറേഷൻ, ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് പ്രൊഡക്ഷൻ, ഈ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഇതിനോട് യോജിക്കുന്ന പദം ഏതാണ്? ഇക്തിസാബുൽ ലുഗ. ഇക്തിസാബുൽ ലുഗ എന്ന് പറയുമ്പോൾ ഭാഷയെ നേടിയെടുക്കുക എന്നൊരാശയമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇക്തിസാബ് എന്ന് പറയുമ്പോൾ ഒരു അക്വയർ എന്നുള്ള അക്വിസിഷൻ എന്നൊരു ആശയമാണ്, എന്നൊരു അർത്ഥമാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നതും ഈ ഓപ്ഷൻ ബി ആണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഈ ഒരു വേർഡാണ് ഇക്തിസാബുൽ ലുഗ എന്നതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതാണ് ഇവിടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനുള്ള മറ്റു വേർഡുകളുടെ ട്രാൻസ്ലേഷൻ എങ്ങനെ വരുന്നു നോക്കുക. തൗലീദുൽ ലുഗ, ലാംഗ്വേജ് ജനറേഷൻ എന്നൊരു ഓപ്ഷൻ അതിലുണ്ട്, അപ്പോൾ അതിൻ്റെ തൗലീദുൽ ലുഗ എന്നാണ്. പിന്നെ ലാംഗ്വേജ് ലേണിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ തഅല്ലുമുൽ ലുഗ. തഅല്ലും എന്ന് പറയുമ്പോൾ ലേണിംഗ്, പഠിക്കുക അല്ലേ. പിന്നെ ലാംഗ്വേജ് പ്രൊഡക്ഷൻ, ഇൻതാജ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ അല്ലേ. ലാംഗ്വേജ് പ്രൊഡക്ഷൻ എന്നതിൻ്റെ ഇൻതാജുൽ ലുഗ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പോൾ ലാംഗ്വേജ് ജനറേഷൻ തൗലീദുൽ ലുഗ, ലാംഗ്വേജ് ലേണിംഗ് തഅല്ലുമുൽ ലുഗ, ലാംഗ്വേജ് പ്രൊഡക്ഷൻ ഇൻതാജുൽ ലുഗ, അതുപോലെ തന്നെ ഇക്തിസാബുൽ ലുഗ, ലാംഗ്വേജ് അക്വിസിഷൻ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇഖ്തറുൽ ഖത മിനത്താലിയ. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് തെറ്റ് അത് കണ്ടെത്താനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തഖയീം, ഇവാലുവേഷൻ, തഷ്ഖീസ്, ട്രീറ്റ്മെൻറ്റ്, അൽ വഹദത്ത്, യൂണിറ്റ്, അൽ ഖുത്തത്ത്, പ്ലാൻസ്. ഖുത്തത്തും ജമഅ ഖുത്തത്ത് എന്ന് പറയുമ്പോൾ പ്ലാന്, ഖുത്തത്ത് എന്ന് പറയുമ്പോൾ പ്ലാൻസ്. ഇതാണ് നമുക്ക് ചോദ്യത്തിലുള്ളത് ഈ 4 ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ് ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തഖയീം എന്നുള്ളത് ഇവാലുവേഷൻ, അതൊരു കറക്റ്റ് സെൻറ്റൻസ് ആണല്ലേ. പിന്നെ തഷ്ഖീസ് എന്നുള്ളത് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ വഹദത്ത് എന്നുള്ളത് യൂണിറ്റ്, പിന്നെ ഖുത്തത്ത് എന്നുള്ളത് പ്ലാൻസിൽ. അപ്പോൾ ഇതിൽ തെറ്റ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തഷ്ഖീസ് എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു ആൻസർ വന്നിട്ടുള്ളത്. കാരണം തഷ്ഖീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഡയഗ്നോസ് എന്നൊക്കെ ഒരു മാനക്കാണ് വരിക. പക്ഷേ ഇവിടെ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഇവിടെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ തഷ്ഖീസ് എന്ന് പറയുമ്പോൾ ഡയഗ്നോസിസ്, അതാണ് ഇവിടെ ആൻസറായി വരുന്നത്. എന്നാൽ ഇവിടെ ആ ഓപ്ഷനിൽ റോങ് ആൻസറായിട്ട് കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് എന്നതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താ വരിക? ഇലാജ് എന്നാണ്. ട്രീറ്റ്മെൻറ്റിന് ഇലാജ് എന്നാണ് അതിൻ്റെ ഓപ്ഷൻ, അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇലാജ് എന്നാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൽ ഖിറാഅത്തു ബിൽ ഐനൈനി ഫഖത്ത് ഹിയ. കണ്ണുകൾ കൊണ്ട് മാത്രം വായിക്കുക, അതിനെന്താണ് പറയുക? അൽ ഖിറാഅത്തു സൗത്തിയ, അൽ ഖിറാഅത്തു സ്വാമിത്ത, അൽ ഖിറാഅത്തുൽ അലനിയ, അൽ ഖിറാഅത്തുൽ ജഹരിയ. അൽ ഖിറാഅത്തു സൗത്തിയ അതായത് ശബ്ദത്തോടുള്ള വായന, അൽ ഖിറാഅത്തു സൗത്തിയ. അൽ ഖിറാഅത്തു സ്വാമിത്ത എന്ന് പറയുമ്പോൾ മൗനമായിട്ട് വായിക്കുക. അൽ ഖിറാഅത്തുൽ അലനിയ എന്ന് പറയുമ്പോൾ ഉറക്കനെ വായിക്കുക. അൽ ഖിറാഅത്തുൽ ജഹരിയ എന്ന് പറയുമ്പോഴും ഉറക്കനെ വായിക്കുക എന്നൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ കണ്ണുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വായിക്കുന്ന ആ വായനയ്ക്ക് എന്താണ് പറയുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അൽ ഖിറാഅത്തു സ്വാമിത്ത എന്നുള്ളതാണ് അല്ലേ. കാരണം നമ്മൾ സ്വാമിത്തായിട്ട്, അതായത് മൗനമായിട്ട് വായിക്കുമ്പോൾ, അങ്ങനെ നമുക്ക് വേണ്ടി മാത്രം മൗനമായിട്ട് വായിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ.
ആ കണ്ണുകൾ ആ വേർഡിലൂടെ എന്താണ് അവിടെ എഴുതപ്പെട്ടിട്ടുള്ളത് അത് വേർഡിലൂടെ ചലിക്കും. അങ്ങനെ അവിടെ എഴുതപ്പെട്ടിട്ടുള്ള മീനിങ്സ് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യപ്പെടും. ഇതാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ അൽ ഖിറാഅത്തു സ്വാമിത എന്നുള്ളതാണ് അവിടെ കറക്റ്റ് മീനിങ്. ബാക്കിയുള്ളവരൊക്കെ കണ്ണുകൊണ്ട് അല്ല വായിക്കുന്നത്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഉറക്കനെ വായിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ 3 ഓപ്ഷനും സൂചിപ്പിക്കുന്നത് ഉറക്കനെ വായിക്കുന്നതാണ്. സൗത്തിയ എന്ന് പറയുമ്പോഴും അലനിയ എന്ന് പറയുമ്പോഴും ജഹരിയ എന്ന് പറയുമ്പോഴൊക്കെ ഉണ്ടാവുന്നത് ശബ്ദത്തോടുള്ള ഉറക്കനെയുള്ള വായനയാണ്. അപ്പോൾ അവിടെയൊക്കെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, പക്ഷെ കണ്ണുകൊണ്ടുള്ള വായനയല്ല നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥ റൈറ്റ് ആൻസർ ഖിറാഅത്തു സ്വാമിത എന്നുള്ളത്. കണ്ണുകൊണ്ട് വായിക്കുക എന്ന് പറയുമ്പോൾ ഖിറാഅത്തു സ്വാമിത എന്നാണ് റൈറ്റ് ആൻസർ ആയിരുന്നത്. മറ്റൊക്കെ കണ്ണുകൊണ്ട് കാണുകയാണ്, വായിക്കുന്നത് വായ കൊണ്ടാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്നാൽ ഖിറാഅത്തു സ്വാമിതൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. ഖിറാഅത്തു സ്വാമിത എന്ന് പറയുമ്പോൾ ഹിയ തഹ്വീലു റുമൂസിൽ മക്തൂബത്തി ഇല അൽഫാദിൽ മഫ്ഹൂമത്തി മിനൽ ഖാരി. വായിക്കുന്ന ആൾ എഴുതപ്പെട്ട കുറച്ച് ചില അടയാളങ്ങൾ, റുമൂസുൽ മക്തൂബ എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട ചില അടയാളങ്ങൾ, അവകളെ എങ്ങോട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, എങ്ങോട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇല അൽഫാദി മഫ്ഹൂമത്തി മിനൽ കാരിന് മനസ്സിലാവുന്ന ചില ലഫ്ലുകളിലേക്ക്. തൊഴിക്ക് നെളരി ഫക്കത്ത്, ഒരു നോട്ടം കൊണ്ട്, ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട് മാത്രം, നോട്ടത്തിലൂടെ മാത്രമായിട്ട് ഈ എഴുതപ്പെട്ടിട്ടുള്ള ഈ കുറച്ച് രേഖപ്പെടുത്തി വെക്കപ്പെട്ടുള്ള ഈ അടയാളങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്ന രൂപത്തിലുള്ള അൽഫാദുകളായിട്ട് മാറ്റിമറിക്കുക. മിൻ ദൂനി സൗത്തിൻ ഔ തഹ്രീക്ക് ഷഫാഹു, അവൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കാതെ ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതെ ഡയറക്റ്റായിട്ട് ആ കാണുന്ന വാക്കുകൾ, ആ കാണുന്ന എഴുതപ്പെട്ടിട്ടുള്ള അടയാളങ്ങൾ ചില ലഫ്ലുകളായിട്ട് മൈൻഡിലേക്ക് എടുക്കുന്ന, മഫ്ഹൂമാക്കിയെടുക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്, അതിന് ഖിറാഅത്തു സ്വാമിത, സൈലൻറ്റ് റീഡിങ് എന്ന് പറയുന്നത്. എന്നാൽ ഖിറാഅത്തുൽ ജഹരിയ, ഉറക്കനെ വായിക്കുന്ന പറയുമ്പോൾ ഹിയൽ ഖിറാഅത്തുൽ ലത്തി യഅ്തമിദു ഫിഹൽ ഖാരിഉ അലാ റഫ്ഇ സൗതിഹി ബിൽ മക്റൂഇ. വായിക്കപ്പെടുന്ന കാര്യങ്ങളെ എന്താക്കുന്നുണ്ട്, ശബ്ദം ഉയർത്തി പറയാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഖ്റാജുൽ ഹുറൂഫി മിൻ മഖാരിജിഹ ഇഖ്റാജൻ സ്വഹീഹൻ. അതേപോലെ ഈ ശരിക്ക് ഈ മഖ്റജുകൾ, ഈ ശബ്ദം പുറപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ശബ്ദത്തെ പുറപ്പെടുവിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തശ്തരിഖു ഫിഹൽ ഐനു വൽ ഉദ്നു ഫി അദാഇഹ മഅ ഫഹ്മി വ ഇദ്റാക്കിൽ മക്റൂഇ. ഈ വായിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇദ്റാക്ക് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. ഫഹ്മി ഇദ്റാക്ക് രണ്ടും മനസ്സിലാക്കി എടുക്കുക. അതുപോലെ മനസ്സിലാക്കി എടുക്കലോടുകൂടെ എന്ത് നടക്കുന്നുണ്ട്, ഈ വായനാ പ്രക്രിയയിൽ ഉദുന്, നമ്മുടെ ചെവി, അതുപോലെ തന്നെ ഐന് എല്ലാം ഇതിലെന്താവുന്നുണ്ട്, ഇതിൽ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖിറാഅത്തുൽ ജഹരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വായന ഇങ്ങനെയാണ്. ഖിറാഅത്ത് സ്വാമിത എന്ന് പറയുമ്പോൾ വെറും കണ്ണുകൊണ്ട് മാത്രമാണ്, മറ്റൊന്നും ശബ്ദമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മറ്റൊരു സെൻസിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഖിറാഅത്തു സ്വാമിത എന്നുള്ളതാണ് ഈ ഖിറാഅത്തു ബിൽ ഐനൈനി ഫഖത്ത് എന്നതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, യഅ്തമിദു ഖാനൂനുൽ ഇസ്തിഅദാദി അലാ ശൈഅൈനി ഹുമ. ഖാനൂനുൽ ഇസ്തിഅദാദ് ഇല്ലേ, ഒരു ടീച്ചിങ്ങിന് വേണ്ടി ഒരാൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബെസ്റ്റ് ടീച്ചറാകാൻ വേണ്ടിയിട്ട് ഒരാൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമമായിട്ട് പറയുന്നതിൽ പ്രധാനപ്പെട്ട അത് എന്തിനൊക്കെയാണ്, അങ്ങനത്തെ ഇത്തരത്തിൽ ഒരാൾ പ്രിപ്പയർ ആകുമ്പോൾ എന്തിനേക്ക് ആശ്രയിച്ചിരിക്കുന്നു അയാളുടെ ആ ഒരു ഇസ്തിഅദാദ്. അപ്പോൾ ആ പ്രിപ്പറേഷൻ റഗബത്തു ഫിൽ അമലി വൽ ഖുദ്റത്തു അലൈഹി. ഇത്തരത്തിൽ ജോലി ചെയ്യാൻ, ഇപ്പോൾ ടീച്ചിങ് ആവട്ടെ മറ്റെന്താവട്ടെ, നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു അതിയായ താല്പര്യമാണ്, ഒരു ഇൻട്രസ്റ്റ് വേണം. വൽ ഖുദ്റത്തു അലൈഹി, പിന്നെ അതിനുള്ള എബിലിറ്റി, അതിനുള്ള കഴിവും വേണം. റഗബത്ത് ഫിൽ ഇൽമി വൽ മഹാറത്തു അലൈഹി, ഇൽമിലുള്ള റഗബത്ത്, അതായത് അത് അറിയാനുള്ള റഗബത്ത്, അതുപോലെ തന്നെ വൽ മഹാറത്തു അലൈഹി, ആ അറിയുന്നതിലുള്ള കഴിവ്, അല്ലെങ്കിൽ അതിലുള്ള കഴിവ്, ആ അറിയുന്നതിലുള്ള കഴിവ് എന്നാണ് ഇവിടെ ശരിക്കും അർത്ഥം വരിക അല്ലേ. റഗബത്തു അനിൽ ഇൽമി വൽ ഖുദ്റത്തു അലൈഹി, റഗബത്തു റഗീബ എന്ന് പറയുമ്പോൾ ഇവിടെ റഗീബ ഫി എന്ന് പറയുമ്പോൾ അതിലെ താല്പര്യം എന്നാണ് അർത്ഥം വരിക, ഇൻട്രസ്റ്റ്. റഗീബ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു വെറുപ്പ്, ഒരു അകൽച്ച എന്നൊക്കെ അർത്ഥം വരിക അല്ലേ. റഗീബ ഫി എന്ന് പറയുമ്പോൾ റഗീബ ഫി എന്നത് ഒരു ഇൻട്രസ്റ്റിനെ കുറിക്കുന്നതും, എന്നാൽ അതേപോലെ തന്നെ റഗീബ അൻ എന്നുള്ളത് അതൊരു നമുക്ക് താല്പര്യമില്ലായ്മയെ കുറിക്കുന്നതാണ്. അങ്ങനെയാണ് അറബി ഭാഷയിലുള്ള ഇതിൻ്റെ ഘടന അങ്ങനെയാണ്, അതിൻ്റെ ഒരു മീനിങ് അങ്ങനെയാണ് വരിക. അപ്പോൾ ആ റഗബത്തു അനൽ ഇൽമി, അറിയാനുള്ള ഒരു താല്പര്യമില്ല, വല്ല ഖുദ്റത്തു അലൈഹി, ആ താല്പര്യം, ആ ഇൽമിനുള്ള അതിനുള്ള കഴിവുണ്ട്. പിന്നെ റഗബത്തു അനൽ അമലി വൽ മഹാറത്തു അലൈഹി, പിന്നെ ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല, പിന്നെ അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിക്കൊരു എന്തെങ്കിലും ഒരു സംഗതിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമമായിട്ട് പറയുന്നത് എന്താണ്, റഗബത്തു ഫിൽ അമലി വൽ ഖുദ്റത്തു അലൈഹി എന്നതാണ് ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ ഉള്ളത്. ബാക്കിയുള്ളതൊന്നും ഇതിനോട് സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ ജോലിയിൽ അതിയായ താല്പര്യവും വേണം, അതുപോലെ തന്നെ ആ ജോലി എടുക്കാനുള്ള കഴിവും വേണം.
അപ്പോഴാകുമ്പോൾ അങ്ങനെ ആകുമ്പോഴേ ആ ഒരു ജോലി പൂർണ്ണമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് റായിദു ഖവാഇദുൽ ലുഗത്തിൽ ആലമിയ. ഖവാഇദുൽ ലുഗത്തിൽ ആലമിയ എന്ന ഈ ഒരു തിയറിയുടെ റായിദ് ആരാണ്? നോം ചോംസ്കി, ബ്യാഷി, ബ്രൂണർ, ഹവാർഡ് ഗാർഡ്നർ. ഇതിൽ ഈ 4 ഓപ്ഷൻസിൽ ആരാണ് റായിദു ഖവാഇദുൽ ലുഗത്തിൽ ആലമിയ? ഇതിൻ്റെ റായിദ് ആരാണ്? ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ഇതിൻ്റെ റായിദ് ആരാണെന്ന് ചോദ്യം. അപ്പോൾ നമുക്ക് അതിന് ആൻസർ ആയിട്ട് വരുന്നത് നോം ചോംസ്കി, നമ്മൾ അമേരിക്കൻ ഫിലോസഫറും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും ലിംഗ്വിസ്റ്റ് ഒക്കെ ആയ നോം ചോംസ്കി എന്ന അദ്ദേഹമാണ് ഈ നദരിയത്തു ഖവാഇദുൽ ആലമിയ, അതായത് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്ന ഈ ഒരു തിയറിയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് നമ്മുടെ നോം ചോംസ്കിയാണ്. മുഅസ്സിസു ഹാദിഹി നദരിയത്ത് നോം ചോംസ്കി, അദ്ദേഹമാണ് ഇതിൻ്റെ മുഅസ്സിസ്. ഈ ഒരു തിയറിയുടെ നദരിയത്ത് എന്ന് പറയുമ്പോൾ തിയറി അല്ലേ. അപ്പോൾ നദരിയത്തു അൽ ഖവാഇദുൽ ആലമിയ, യൂണിവേഴ്സൽ, ആലമിയ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ, ഗ്രാമർ അൽ ഖവായിദ് നദരിയ തിയറി. അപ്പോൾ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, അതിൻ്റെ മുഅസ്സിസ് നോം ചോംസ്കിയാണ്. ഫഹുവ യഖൂൽ, അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഇന്ന കുല്ല ഇൻസാനിൻ യഅരിഫുൽ മബാദി അൽ ആമത്ത് ലിൽ ലുഗ, ഈ ഭാഷകൾക്ക് ആവശ്യമായിട്ടുള്ള മബാദികളുണ്ടല്ലോ, ഭാഷകൾക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ, അതെല്ലാം മനുഷ്യനറിയാം. മുൻദു അനിയത്തിയില ഹയാത്ത്, അവൻ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് മുതൽ, ജീവിതത്തിലേക്ക് ജീവിക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ അവർക്ക് ഈ ഭാഷയ്ക്ക് എന്തൊക്കെ സംഗതികൾ വേണം അതെല്ലാം അവനറിയാം. ഫഹിയ മൗജൂദൻ ഫീ കുല്ലി ലുഗാത്ത്, എല്ലാ ഭാഷകളിലും ഉള്ളത് ഇത് സെയിം സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തിയറിയാണ് അദ്ദേഹം, അതായത് എല്ലാ ഭാഷയും യൂണിവേഴ്സലി എല്ലാ ഭാഷയിലും ഉൾക്കൊള്ളുന്നത് ഒരേ സാധനം തന്നെയാണ് എന്ന് അദ്ദേഹം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ തിയറിയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഹാദിഹി ത്വരീഖത്തു മുലായിമത്തുൻ ഫി റിയാദിൽ അത്ഫാൽ. റിയാദിൽ അത്ഫാൽ എന്ന് പറയുമ്പോൾ കിൻഡർ ഗാർട്ടൻ അല്ലേ, നമ്മൾ KG ക്ലാസ്, UKG LKG എന്നൊക്കെ പറയാറില്ല. അപ്പോൾ ഈ കിൻഡർ ഗാർട്ടനിൽ നമുക്ക് ടീച്ചിങ്ങിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏത് ബെസ്റ്റ് ഒരു മെത്തേഡായിട്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നത് ഇതിൽ ഏതാണ്? ഖുത്തത്തു ഡാൽട്ടൺ, പിന്നെ ത്വരീഖത്തുൽ ഇഹാഇയ്യ എന്നത്, പിന്നെ ത്വരീഖത്തുൽ ലഅബ്, പിന്നെ ത്വരീഖത്തുൽ മശ്റൂഅ്, പ്രൊജക്റ്റ് മെത്തേഡ്, അതുപോലെ ഡാൽട്ടൺസ് തിയറി, ഡാൽട്ടൺസ് പ്ലാൻ എന്നൊക്കെ പറയും, അതൊക്കെ ഒരു തിയറിയാണ്. പിന്നെ ത്വരീഖത്തുൽ ഇഹാഇയ്യ എന്ന് പറയും, അതായത് ത്വരീഖത്തുൽ ഇഹാഇയ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ സജസ്റ്റോപീഡിയ എന്ന് പറയുന്നത് ത്വരീഖത്തുൽ ഇഹാഇയ്യക്ക്. അപ്പോൾ അതാണോ? പിന്നെ ത്വരീഖത്തുൽ ലഅബ് എന്ന് പറയുമ്പോൾ കളിച്ച് ചിരിച്ചുള്ള ഒരു പ്ലേയിങ് മെത്തേഡ്. പിന്നെ ത്വരീഖത്തുൽ മശ്റൂഅ് ഒരു പ്രൊജക്റ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ ശരിക്കും ആൻസർ വരുന്നത് നമ്മളിവിടെ കാണാം ത്വരീഖത്തുൽ ലഅബ്. അതായത് കിൻഡർ ഗാർട്ടനിൽ നമ്മൾ വിദ്യാർത്ഥികളെ സമീപിക്കേണ്ടത് ഒരു കളി തമാശ രൂപേണയാണ് അവരെ നാം പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലാത്ത ബാക്കിയുള്ള ഈ തിയറികളൊന്നും ഒരു കിൻഡർ ഗാർട്ടൻ സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്ന ആ ഒരു തലത്തിൽ, ആ ഒരു ലെവലിലോട് ബാക്കിയുള്ള ഈ ഒരു മെത്തേഡ്സ് ഒന്നും അതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ ത്വരീഖത്തുൽ മശ്റൂഅ് എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഖുത്തത്തു ഡാൽട്ടൺ, ജോൺ ഡാൽട്ടൺ എന്നൊരാൾ, അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ഒരു തിയറിയാണ് ഖുത്തത്തു ഡാൽട്ടൺ എന്നുള്ളത്. അപ്പോൾ ഇതെന്താണ്? ഹി ത്വരീഖത്തുൻ തഅലീമിയത്തുൻ യഅമലു മിൻ ഖിലാലിഹ അത്തലാമീദു ബിസുർഅത്തി ലത്തി തുനാസിബുഹും, അതായത് വയതലക്കൂന അൽ മുസാഅദത ഫർദിയത മിനൽ മുഅല്ലിമി ഇൻദ ദറൂറത്തി ലാ യൂജദു തഅലീമുൻ സുഫിയ്യുൻ റസ്മിയ്യുൻ യഖൂമു തുല്ലാബു ബിഇഅദാദി ജദാവിലിൻ സമനിയ്യ വയകൂനുൽ മസ്ഊലീന അൻ ഇൻഹായിൽ അമലി അലാ മനാഹിജിഹിം ഔ വാജിബാത്തിഹിം. അതായത് ഇതിലൂടെ ഈ ഒരു തിയറിയിലൂടെ പറയുന്നത് വിദ്യാർത്ഥികൾ എന്താവാണ്, അവർക്ക് കഴിയുന്ന രൂപത്തിൽ അവർക്ക് ഒരു ത്വരീഖത്തുൽ തഅലീമിയ, ഈ ഒരു എഡ്യൂക്കേഷണൽ ഈ ഒരു മെത്തേഡ്സ് എല്ലാം അവർ സ്വയം എല്ലാം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നെ അവർക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം, അവർക്ക് എന്തെങ്കിലും സഹായം ലൊറൂറത്തായിട്ടുള്ള ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അവരുടെ ടീച്ചേഴ്സിനെ പ്രൈവറ്റ്ലി അവർ സമീപിക്കുകയാണ്. അങ്ങനെ അവർ സഹായം തേടുന്നു. പിന്നെ എല്ലാ തഅലീമുൻ സുഫിയ്യുൻ റസ്മി, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ അവിടെ രൂപപ്പെടുന്നില്ല. പിന്നെ യഖൂമു തുല്ലാബു ബിഇഅദാദി ജദാവിലിൻ സമനിയ്യ വയകൂനു മസ്ഊലീന അൻ ഇൻഹായിൽ അമലി അൻ മനാഹിജിഹിം ഔ വാജിബാത്തി. അതായത് വിദ്യാർത്ഥികൾ സ്വയം അവർക്ക് വേണ്ട ഈ ജദാവിൽ, അതായത് അവരുടെ ഒരു ടൈം ഷെഡ്യൂളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ടൈം ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ, ആ ഒരു ടൈം ഡ്യൂറേഷൻ്റെ ഉള്ളിൽ അവർക്ക് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റീസ് അവർ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഒരു തിയറിയാണ് ജോൺ ഡാൽട്ടൺസ് തിയറി. ഇതൊരിക്കലും നമ്മുടെ കിൻഡർ ഗാർട്ടൻ സ്റ്റുഡൻസിനോട് യോജിച്ചതല്ല, നമുക്ക് വളരെ വ്യക്തമാണല്ലേ. അപ്പോൾ ഇനി മറ്റൊന്നാണ് ത്വരീഖത്തുൽ ഇഹാഇയ്യ, സജസ്റ്റോപീഡിയ എന്നുള്ളത്. ഈ ത്വരീഖത്തുൽ തദ്രീസ് ലുഗത്തിൻ അജ്നബിയ്യത്തിൻ, ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ
നമ്മൾ സ്വീകരിക്കാവുന്ന ഒരു മെത്തേഡാണിത്. യതഅല്ലമു ഫീഹി തുല്ലാബു ബിസുർഅത്തിൻ മിൻ ഖിലാലി ജഅലിഹിം യശ്ഉറൂന ബിൽ ഇസ്തിർഖാഇ വൽ ഇഹ്തിമാമി വൽ ഈജാബിയ. അവരെങ്ങനെ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരു ഇടപെടലിലൂടെ വിദ്യാർത്ഥികൾ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു തിയറി. അതും ഒരു കിൻഡർഗാർട്ടൻ സ്റ്റുഡൻസിനോട് യോജിച്ച ഒരു തിയറി അല്ല. വഹിയ ത്വരീഖത്തുൽ തർബവി തൊവ്വറഹൽ ബൽഗാരി ജോർജ് ലൂസാനോഫ്. അതായത് ഈ സജസ്റ്റോപീഡിയ എന്നുള്ള ത്വരീഖത്തുൽ ഇഹാഇയ എന്ന ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചതാരാണ്? ജോർജ് ലൂസാനോഫ് എന്ന ബൽഗാരി, അതായത് ബൾഗേറിയൻ ഒരു എഡ്യൂക്കേഷണലിസ്റ്റാണ്. അദ്ദേഹമാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ത്വരീഖത്തുൽ മഷ്റൂ എന്ന മറ്റൊരു തിയറി ഉണ്ടല്ലേ, നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഖുത്ബുൽ നമ്മൾ പറഞ്ഞു, പിന്നെ ത്വരീഖത്തുൽ ഇഹാഇയ പറഞ്ഞു, പിന്നെ ത്വരീഖത്തുൽ ലഅബ് അത് നമ്മൾ കളിച്ച് വരിച്ച വിദ്യാർത്ഥി അപ്രോച്ച് ചെയ്യുന്ന ഒരു തിയറിയാണ്. പിന്നെ ത്വരീഖത്തുൽ മഷ്റൂ എന്ന് പറയുമ്പോൾ അതൊരു പ്രൊജക്റ്റ് മെത്തേഡ്. അതിന് മുഖ്തരി ഉഹ അത് സജസ്റ്റ് ചെയ്തത് ജോൺ ഡൂബെ കാറൽ പാട്രിക്. ഈ രണ്ട് പേരാണ്. ജോൺ ഡൂബെ അതുപോലെ ജോൺ ഡോയെ കാറൽ പാട്രിക്. ഈ രണ്ട് പേരാണ് ഈ ത്വരീഖത്തുൽ മഷ്റൂഇനെ അതിന് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. വഹിയ അയ്യു അമലിൻ മൈദാനി യഖൂമു ബിഹിൽ ഫർദു തഹ്ത ഇശ്റാഫിൽ മുദരിസ്. അത് ഒരു അധ്യാപകൻ്റെ കീഴിലായിട്ട് ആ അധ്യാപകൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് കുറച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവരെന്താക്കുക, ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യുക, ഒരു അമലുൽ മൈദാനി ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു പരിപാടിക്കാണ് എന്ത് പറയുന്നത് ത്വരീഖത്തുൽ മഷ്റൂ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മഹാറത്തുൻ ഡാഷ് സാബിഖത്തുൻ ലി മഹാറത്തി തഹദ്ദുസി. അതായത് ഒരു പ്രത്യേക കഴിവ്, അതിലുള്ള ഒരു എബിലിറ്റി, അതിലുള്ള ഒരു സ്കില്ല്. സാബിഖത്തുൻ ലി മഹാറത്തി തഹദ്ദുസി അത് സ്പീക്കിംഗ് സ്കില്ലിന് മുമ്പ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ സ്പീക്കിംഗ് സ്കില്ലിന് മുമ്പ് ഉണ്ടാവേണ്ട സ്കില്ല് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ അൽ കിതാബത്ത് അതായത് റൈറ്റിങ്, ഇസ്തിമാ ലിസണിങ്, അൽ ഖിറാഅത്ത് റീഡിങ്, പിന്നെ അൽ അവ്വലു വസ്സാലിസു മഅൻ അതായത് കിതാബത്തും ഖിറാഅത്തും അതായത് WR ഇത് രണ്ടും എന്നാണ് ഇവിടെ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മൾ LSRW എന്നുള്ള സാധനം നമ്മൾ പഠിച്ചാണല്ലേ. LSRW ലിസണിങ്, സ്പീക്കിങ്, റൈറ്റിങ്, പിന്നെ റീഡിങ്, റൈറ്റിങ്. അപ്പോൾ നമുക്കിവിടെ തഹദ്ദുസിന് മുമ്പ് അതായത് സ്പീക്കിങ്ങിന് മുമ്പ് ഉണ്ടാവേണ്ട കഴിവ് ഏതാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ സ്പീക്കിങ്ങിന് മുമ്പ് പറയുമ്പോൾ ഇതാണ്, ലിസണിങ് ആണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള റീഡിങ്ങും റൈറ്റിങ്ങും ഇതിന് ശേഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അൽ ഇസ്തിമാ ആണ്. അതായത് ലിസണിങ് ആണ് നമുക്കിവിടെ തഹദ്ദുസ്, സ്പീക്കിങ്ങിന് മുമ്പ് ഉണ്ടാവേണ്ട സ്കില്ല് ലിസണിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ, സീക്വൻഷ്യൽ ഓർഡർ എങ്ങനെയാണ്? അൽ ഇസ്തിമാ ആദ്യം ലിസണിങ് വേണം, പിന്നെ തഹദ്ദുസ് സ്പീക്കിംഗ് വേണം, പിന്നെ അൽ ഖിറാഅത്ത് റീഡിങ് വേണം, പിന്നെ അൽ കിതാബത്ത് റൈറ്റിംഗ്. അപ്പോൾ LSRW ഇങ്ങോട്ട് ആ ഒരു ഓർഡറിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അൽ ഇസ്തിമാഉ ലിസണിങ് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡർ തന്നെയാണ്. ആ ഓർഡറിൽ അങ്ങനെ തന്നെ LSRW എന്ന് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ളഹറത് ത്വരീഖത്തുൽ ഖവാഇദി വത്തർജുമ ഫി ഡാഷ്. ത്വരീഖത്തുൽ ഖവാഇദി വത്തർജുമ ഈ ഒരു മെത്തേഡ്, അൽ ഖവാഇദ് വത്തർജുമ എന്നുള്ള ആ ഒരു മെത്തേഡ് അത് എവിടെയാണ് രൂപപ്പെട്ടത്? അൽമാനിയ ജർമ്മനിയിലാണോ? അതല്ല നംസ ഓസ്ട്രിയയിലാണോ? ഇറ്റലിയിലാണോ? അതല്ല അമേരിക്കയിലാണോ? ഇവിടെ എവിടെയാണ് ഈ ത്വരീഖത്തുൽ ഖവാഇദ് തർജുമ എന്ന ഈ ഒരു തിയറി രൂപപ്പെട്ടത് എവിടെയാണ്? അപ്പോൾ അതിന് ഉത്തരം അൽമാനിയ. ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ജർമ്മനിയിലാണ് ഈ ഒരു സാധനം. ജർമ്മനിക്കാണ് നമ്മൾ എന്താ പറയുക, അൽമാനിയ എന്ന് അറബിയിൽ പറയാം. നംസ എന്ന് പറയുമ്പോൾ ഓസ്ട്രിയക്കാണ് അറബിയിൽ നംസ എന്ന് പറയാറുള്ളത് അല്ലേ. പിന്നെ ഇറ്റാലിയ എന്ന് പറയുമ്പോൾ ഇറ്റലി, അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്ക, കറക്റ്റാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു കായിക രൂപപ്പെട്ടത് ജർമ്മനിയിലാണ്. ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. കാനത്ത് ഹാദിഹി ത്വരീഖത്തൻ ഖദീമത്തൻ ഫി തഅലീമിൽ ലുഗത്തി സാനിയ. ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കാനാണ് ഈ ഒരു ത്വരീഖ് ഉപയോഗിച്ചത്. ഒരു ത്വരീഖത്തൻ ഖദീമ, വളരെ ഒരു പഴയ ഒരു മെത്തേഡാണ്. وتعود إلى عصر النهضة في البلاد الأوروبية في تعليم اللغة اللاتينية واللغة الإغريقية لفترة طويلة. അതായത് യൂറോപ്പിൽ ഒരു നീണ്ട കാലത്തെ ഇടയ്ക്ക്
യൂറോപ്യന്മാർ അവർ ലാറ്റിൻ അതുപോലെ തന്നെ ഗ്രീക്ക് ഈ 2 ഭാഷകൾ പഠിപ്പിക്കുന്നതിൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു മെത്തേഡാണ് ഇത്. ബിഹിഫ്ളിൽ ഖവായിദ് തത്ബീഖിഹാ ഫി തദ്രീബാത് തർജുമത്തി തമ്മത് തസ്മിയത്തു ഹാദി ത്വരീഖത്തു നഹ്വിയ്യ തർജുമ ഫിൽ ഖർനി താസി അശർ ഇൻദമാ കാനത്ത് ഹാദി ത്വരീഖത്തു ഇസ്തഖ്ദമഹൽ ഉറുബിയ ഫി തഅലീമിൽ ലുഗത്തി സാനിയ. അതായത് മൊത്തത്തിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ അതിലുള്ള ആ ഫോറിൻ ലാംഗ്വേജിൻ്റെ നിയമവശങ്ങളും അതിൻ്റെ കായികകൾ അതിൻ്റെ റൂൾസ് എല്ലാം സ്വന്തം മദർ ടങ്ങിൽ പഠിപ്പിക്കുന്ന ആ ഒരു തിയറി, അതിനാണ് ത്വരീഖത്തുൽ ഖവായിദ് തർജുമ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ഇവിടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇവർ ഗ്രീക്ക് ഭാഷ അതുപോലെ ലാറ്റിൻ ഭാഷയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ യൂറോപ്യൻ ഭാഷകൾ അത് ഉപയോഗിച്ചിട്ട് ഈ ഭാഷകളൊക്കെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തിയറി ഇവിടെ രൂപപ്പെട്ടു വരുന്നത്, ഈ ഒരു മെത്തേഡ് രൂപപ്പെട്ടു വരുന്നത്. വയറ ജാക്ക് റിച്ചാർഡ്സ് വസമീലുഹു റോജർ ഇവർ രണ്ടുപേരും ഇവരെ വ്യക്തമാക്കി പറയണത് അന്ന ഹാദിഹി ത്വരീഖത്ത മിൻ നതായിസിൽ അഖലിയ്യത്തിൽ അൽമാനിയ. ഇത് ജർമ്മനികളുടെ ജർമ്മൻ പീപ്പിളിൻ്റെ അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അതിൻ്റെ ഒരു റിസൾട്ടാണ്, അവരുടെ ചില പ്രവർത്തനങ്ങൾ റിസൾട്ടായിട്ടാണ് ഈ ഒരു സാധനം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതായത് ത്വരീഖത്തുൽ ഖവായിദ് വ തർജുമ എന്നുള്ളത് ഈ ജർമ്മനികളുടെ അവരുടെ സംഭാവനയാണ് എന്നാണ് അവിടെ പറയുന്നത്. മറ്റൊരു ചോദ്യമാണ് അറാബിയത്തു മിനൽ മഹാറാത്തിൽ ലുഗവിയ്യ. ഈ ലാംഗ്വേജ് സ്കിൽസ് അതായത് ലിംഗ്വിസ്റ്റിക് സ്കിൽസിൽ 4ാമത്തത് ഏതാണെന്നല്ലേ? അപ്പോൾ LSRW എന്നല്ലേ നമുക്ക് നേരത്തെ പറഞ്ഞ ആ സാധനം LSRW. അതിൽ 4ാമത്തെ ഏതാ? റൈറ്റിംഗ് അല്ലേ? അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അൽ കിതാബത്തു ഇതായിരിക്കും ഇവിടെ. ബാക്കിയുള്ള 3ഉം ഇസ്തിമാഅ, തഹദ്ദുസ്, ഖിറാഅത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ അൽ കിതാബത്തു റൈറ്റിംഗ് ഇതാണ് 4ാമത്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അൽ കിതാബത്തു എന്നുള്ളതിന്. ബാക്കിയുള്ളതൊക്കെ 1, 2, 3 ആ സ്ഥാനത്ത് വരുന്നതാണ് അൽ കിതാബത്ത് 4ാമത്തത്. ഓക്കെ, അപ്പോൾ അൽ മഹാറത്തുൽ ലുഗവിയ്യ അർബഅത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്തിമാഅ, തഹദ്ദുസ്, ഖിറാഅത്ത്, കിതാബത്ത്, LSRW ആ ഒരു സാധനം ഈ ഓർഡറിൽ. പിന്നെ അൽ മുനാദറത്തു നൗഉം മിൻ മുനാദറ, അത് ചായ പറയുന്നതിൽപ്പെട്ട ഒരു ഇനമാണ്. അതായത് മുനാദറ എന്ന ഈ ഒരു സാധനം, മുനാദറ എന്ന് പറയുമ്പോൾ എന്താ? ജസ്റ്റ് സംവദിക്കൽ, ഡിബേറ്റ് ചെയ്യുക. ഡിബേറ്റ് എന്നുള്ളത് താഴെ പറയുന്ന ഏതോ ഒന്നിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് വരുന്നൊരു സാധനമാണ്. റിവായയാണ് മുനാദറ. റിവായയിൽ പെട്ടതാണോ? റിവായ എന്ന് പറയുമ്പോൾ നോവൽ, ഹിക്കായത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സംഭവത്തിനെ റിപ്പോർട്ട് ചെയ്യാം, അതിൽ പെട്ടതാണ്. അതിൽ മൻളൂമ്, കവിത, നെളുമ്, പദ്യം ആ ഒരു വിഭാഗത്തിൽപ്പെട്ടാണ്. അല്ലെങ്കിൽ ഹിവാർ, ഈ സംഭാഷണം ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടാണ്. ഏതിലാണ് ഈ മുനാദറ എന്ന സാധനം ഏത് വിഭാഗത്തിലാണ് പെടുക? മുനാദറ എന്ന് പറയുമ്പോൾ ഒരു ഡിബേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വിഷയാസ്പദമായിട്ട് 2 ഓപ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തർക്കിക്കുന്ന ആ ഒരു സംഗതിക്ക് മുനാദറ എന്ന് പറയുന്നത്. പരസ്പരം സംവദിക്കുന്ന ഒരു സംഗതിക്കാണ് മുനാദറ എന്ന് പറയുക. ആ മുനാദറ ശരിക്കും സംഭവിക്കുന്ന അൽ ഹിവാറാണല്ലേ, ഒരു സംഭാഷണമാണ് ബേസിക്കലി അത് നടക്കുന്നത്. പക്ഷേ ചില ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ചില ഉദ്ദേശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യുന്ന ഒരു സംഗതി, പരസ്പരം സംവദിക്കുന്ന ഒരു സംഗതിയാണ് മുനാദറ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം അൽ ഹിവാറാണ്. ഹിവാറിൻ്റെ ആണ് മുനാദറ എന്നുള്ളത്. എന്നാൽ അടുത്ത ചോദ്യം റായിദുൻ നളരിയത്തിൽ ബിനാഇയ്യത്തിൽ അൽ ഇജ്തിമാഇയ്യ. അൽ ബിനാഇയ്യത്തുൽ ഇജ്തിമാഇയ്യ എന്ന ഈ നളരിയത്തിൻ്റെ ഈ തിയറിയുടെ റായിദ് ആരാണെന്ന ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഫേഗോദ്സ്കി എന്ന വ്യക്തിയാണ്. ഇതിൻ്റെ പയനീർ അദ്ദേഹമാണ്. അപ്പോൾ സെമിയോനോവിച്ച് വിയോഗോദ്സ്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര്. ലേവ് സെമിയോനോവിച്ച് വിയോഗോദ്സ്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹുവ ആലിമുൻ നഫ്സിൻ റൂസിയുൻ. അദ്ദേഹം ഒരു റഷ്യനാണ്. അദ്ദേഹം റഷ്യൻ സൈക്കോളജിസ്റ്റാണ്. ആലിമുൻ നഫ്സ് എന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റാണ്. മിൻ അക്ബർ റുവാദിൽ ബിനാഇയ്യത്തുൽ ഇജ്തിമാഇ, ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ, ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനിസം, അതാണ് അൽ ബിനാഇയ്യത്തുൽ ഇജ്തിമാഇ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വലുത് 1996, തോഫിയ 934. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂറേഷൻ ഓഫ് ലൈഫ് ഇത്രയാണ്. പിന്നെ ഹസന ലൈഫ് ഫിയോഗോസ്കി അല ഷഹാദി ഫിൽ അദബി മിൻ ജാമിയത്തി മോസ്കോ 917. മോസ്കോയിലാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? ഡിഗ്രി ബാച്ചിലേഴ്സ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഫേഗോസ്കി ഫി മഅഹദി ഇൽമിൻ നഫ്സ് ബി മോസ്കോ. പിന്നെ മശ്റഖ ഫി തത്വീർ ബറാമിജ് തഅലീമിയ ബിശക്ലിൻ വാസിൻ വഹാസൻ തഅലീമിൽ അത്ഫാലി അസ്സുമ്മി വൽ ബുക്മ. അതായത് ഈ ഡംബ് ഇത്തരം സ്റ്റുഡൻസിനൊക്കെ പഠിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക ത്വരീഖുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് അൽ ബിനാഇയ്യത്തുൽ ഇജ്തിമാഇയ്യ, അതായത്
നമ്മുടെ ഈ ഒരു തിയറി അന്നദരിയത്തുൽ ബിനാഇയത്തുൽ ഇജ്തിമാഇയ്യ സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഈ ഒരു തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? അത് നമ്മുടെ ഈ ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റായ ഫിയോഗോത്സ്കി, ലെയ്വ് സിമ്യോനോവിച്ച് വിയോഗോത്സ്കി എന്ന ഈ വ്യക്തിയാണ്. അതാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ഇനി ഈ തുഅ്തബറു നദരിയത്തുൽ ബിനാഇൽ ഇജ്തിമാഇ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനെ പരിഗണിക്കപ്പെടുന്നത് ഈ തൻളീമു അമലിയത്തി തഅല്ലുമി വൽ മുവാഫഖത്തി തഅലീമിയത്തി ബിശക്ലിൽ ലദി യുസാഇദു തുല്ലാബു അലാ തൻമിയത്തി മആരിഫിഹിം വതക്വീനി മഫാഹിമിഹിം വതശ്കീലി വഅയിഹിം അൻ തുരീഖിൽ ഇർതിബാത്തി ബിസ്സിയാഖിൽ ഇജ്തിമാഇ അത്തഅല്ലുമു ദാഖിലു ഉത്തുർ ഇജ്തിമാഇയ്യ തഫാഇലിയ്യ വദാലിക മിൻ ഖിലാലി റബ്തി ബൈനൽ മഅരിഫത്തി സാബിഖത്തി വൽ ജദീദത്തി. അതായത് ഈ ഒരു തിയറി മൊത്തം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനിസം ആണല്ലേ. അതായത് ഒരാൾ ജീവിതത്തിൽ ജനിച്ച് വീണ് അയാളൊരു സൊസൈറ്റിയിൽ ജീവിച്ച് വരുമ്പോൾ ഗ്രാജുവലി അദ്ദേഹം ഒരുപാട് സ്കില്ലുകൾ അക്വയർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു താലീം, ഈ ഒരു പഠനം എന്നുള്ള സംഗതി എന്ത് നടക്കും? അതും ഒരു സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഒരു സോഷ്യൽ റിലേഷൻസ് അതുപോലെ തന്നെ അവരുടെ പ്രീവിയസ് നോളജ് ഇതിൻ്റെ എല്ലാം ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഈ താലീം ഈ പഠനം എന്നുള്ളതും. അതായത് ഇവർ അവരുടെ പ്രകൃതികൾ നിരീക്ഷിക്കുന്നു, ബാക്കിയുള്ള ആളുകളിൽ നിന്ന്, നോളജുള്ള ആളുകളിൽ നിന്ന് കേൾക്കുന്നു, പിന്നെ അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാം ഒരു സോഷ്യൽ ഒരു കൺസ്ട്രക്ഷൻ പോലെ ഇത്തരത്തിലൊക്കെയുള്ള ഒരു നിർമ്മിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് പഠനം എന്നുള്ളത്, താലീം. അപ്പോൾ അതാണ് ഇവിടെ അദ്ദേഹം ഈ ഒരു തിയറിയിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് അൽ കലിമത്തുൽ മുആദലത്തു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഈ വാക്കിൻ്റെ ഇതിനോട് സമമായ ട്രാൻസ്ലേഷൻ എന്താണ്? ഇതിനോട് സമമായ വേർഡ് ഏതാണ്? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇതിനോട് തുല്യമായ വേർഡ് അദ്ദക്കാഉ റിയാദിയു, അദ്ദക്കാഉ ലുഗവി, അദ്ദക്കാഉൽ മൂസീഖി, അദ്ദക്കാഉൽ മുതഅദ്ദദ്. അപ്പോൾ അദ്ദക്കാഉ റിയാദി എന്ന് പറയുമ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, അദ്ദക്കാഉൽ ലുഗവി എന്ന് പറയുമ്പോൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, അദ്ദക്കാഉൽ മൂസീഖി എന്ന് പറയുമ്പോൾ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, അദ്ദക്കാഉൽ മുതഅദ്ദദ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം വരിക. അദ്ദക്കാഉൽ മുതഅദ്ദദ് ആണ് ശരി ഉത്തരം. ബാക്കിയുള്ളതൊക്കെ ഒരു തഅദ്ദുദ്, ഒരു മൾട്ടിപ്പിൾ എന്നൊരു ധ്വനി അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ അദ്ദക്കാഉൽ മുതഅദ്ദദ് എന്ന് പറയുമ്പോൾ അതും ഒരു തിയറിയാണ്. ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് അദ്ദക്കാഉൽ മുതഅദ്ദദ് എന്നുള്ളത്. അത് നദരിയത്തുൻ വദഅഹ ആലിമുൻ നഫ്സി ഹവാർഡ് ഗാർഡനർ എന്ന ഒരു സൈക്കോളജിസ്റ്റാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇഖ്തറഹ ഫി കിതാബിഹി ഉത്തുറുൽ അഖ്ൽ നദരിയത്തു ദക്കാഇൽ മുതഅദ്ദദ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് 1983 പുറത്തിറക്കിയ ഈ ഒരു ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ ഒരു അദ്ദക്കാഉൽ മുതഅദ്ദദ് എന്ന തിയറിയെ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, പിന്നെ തൊറഹ ഹവാർഡ് ഗാർഡനർ വുജൂദ തിസ്അത്തി അൻവാഇ മിന ദക്കാ 9 ഇനം ദക്കാകളുണ്ട്. അദ്ദക്കാഉൽ ബസരി അൽ മക്കാനി അതായത് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, അദ്ദക്കാഉൽ ജസദി അതായത് ബോഡിലി ഇൻ്റലിജൻസ്, പിന്നെ അദ്ദക്കാഉ തആമുലു മഅൽ ആഖിരി ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ അദ്ദക്കാഉ ശഖ്സി ഇൻട്രാപേഴ്സണൽ. മറ്റേത് ഇൻ്റർപേഴ്സണലാണ് ഏത്? അദ്ദക്കാഉ അത്തആമുലി മഅൽ ആഖിരീൻ അത് ഇൻ്റർപേഴ്സണൽ, അതായത് മറ്റുള്ളവരുമായിട്ടുള്ളത്. പിന്നെ ഇൻട്രാ പേഴ്സൺ എന്ന് പറയുമ്പോൾ അദ്ദക്കാഉ ശഖ്സി ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ നടക്കുന്നതിനാണ് ഇൻട്രാ പേഴ്സൺ എന്ന് പറയുന്നത്. അദ്ദക്കാഉ തൊബീഇ നാച്ചുറലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, അദ്ദക്കാഉ റിയാദി മാത്തമാറ്റിക്കൽ, അദ്ദക്കാഉൽ ലുഗവി ലിംഗ്വിസ്റ്റിക്, അദ്ദക്കാഉൽ മൂസീഖി മ്യൂസിക്കൽ, അദ്ദക്കാഉൽ വുജൂദി എന്ന ഈ ഒരു ഇൻ്റലിജൻസുമാർ ഉൾപ്പെട്ട് ആകെ 9 ഒരു എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. വുജൂദ് എന്ന് പറയുമ്പോൾ ഒരു എക്സിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഈ തരത്തിൽ 9 ഇൻ്റലിജൻസ് ഉണ്ട് എന്നാണ് നമ്മുടെ ഹവാർഡ് ഗാർഡനർ അദ്ദേഹത്തിൻ്റെ ബുക്കായ ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് 1983 പുറത്തിറക്കിയ ആ ഒരു ബുക്കിലൂടെ അദ്ദേഹം പറയാൻ സ്ഥാപിക്കുന്നത്. അതിലൂടെയാണ് അദ്ദേഹം അദ്ദക്കാഉൽ മുതഅദ്ദദ് എന്നൊരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഇഖ്തരി സ്വഹീഹാനി തഖ്യീം ദൗരി. തഖ്യീം ദൗരി നമുക്കറിയാം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. തഖ്യീം ദൗരി എന്ന് പറയുമ്പോൾ തഖ്യീം ദൗരിയിലെ നമ്മുടെ ഇവാലുവേഷൻ. ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ, ഒരു ചെറിയ കട്ട്. ഈ സ്ലൈഡൊന്നും പറയാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ് ഇഖ്തരി സ്വഹീഹാനി തഖ്യീം ദൗരി.
തഖീം ദൗരി എന്നതിനോട് യോജിച്ച വേടത. അപ്പോൾ തഖീം എന്ന് പറയുമ്പോൾ എന്താ ഇവാലുവേഷൻ അല്ലേ. ദൗരി എന്ന് പറയുമ്പോൾ ഒരു റൊട്ടേഷണൽ അല്ലെങ്കിൽ ഒരു ടെർമിനൽ എന്നൊക്കെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിന് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും തഖീം ദൗരിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ ചോദ്യം. ടെർമിനൽ ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ക്ലാസ് ടെസ്റ്റ്, അസസ്മെൻറ്റ്, ഇതിലേതാണ് തഖീം ദൗരി എന്നതിനോട് യോജിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വളരെ വ്യക്തമാണ്, ടെർമിനൽ ഇവാലുവേഷൻ ആണ് അല്ലേ. പിന്നെ മറ്റേ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അത്തഖീമുൽ മുസ്തമിർ വൽ മുസ്തഈബ്, അതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് അത്തഖീമുൽ മുസ്തമിർ വൽ മുസ്തഈബ് ആണ്. പിന്നെ ക്ലാസ് ടെസ്റ്റിൻ്റെ ഇഖ്തിബാറുൽ ഫസ്ൽ, അസസ്മെൻറ്റിൻ്റെ തഖ്ദീർ, ഇതൊക്കെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഖ്തരി തർത്തീബ് അൽ അസ്ഹ ഫീ ഖുതുവാത്തി തഖ്ദീമുൽ വഹ്ദാത്ത്. ഇവിടെ ഏറ്റവും ശരിയായ തർത്തീബ്, ഏറ്റവും ശരിയായ ഓർഡർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഏത് വിഷയത്തിലാണ്? ഫി ഖുതുവാത്തി തഖ്ദീമുൽ വഹ്ദാത്ത്. ഒരു ലെസൺ നമ്മളിങ്ങനെ പ്രസൻറ്റ് ചെയ്യാണ്, ഓരോ വഹ്ദാത്ത് ലെസൺസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലുള്ള ആ സ്റ്റെപ്സിൽ അതിൻ്റെ ശരിക്കുള്ള ഓർഡർ എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനുകളുള്ളത് തംഹീദ്, തഖ്ദീം, എല്ലാത്തിലും ഒരേ ഓപ്ഷൻസാണ്, എല്ലാത്തിലും ഒരേ ഫാക്ടേഴ്സാണുള്ളത്, പക്ഷേ ഓർഡർ വ്യത്യാസമുണ്ട് എന്നുള്ളൂ. അപ്പോൾ തംഹീദ് ഉണ്ട്. തംഹീദ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ. തഖ്ദീം എന്നുള്ളതാണ്. തഖ്ദീം എന്ന് പറയുമ്പോൾ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. തദ്രീബ് എന്ന് പറയുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. തത്ബീഖ് എന്നാണ്. തത്ബീഖ് എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷൻ. തഖ്യീം എന്ന് പറയുമ്പോൾ ഇവാലുവേഷൻ, ഈ സാധനം. അപ്പോൾ ഇതിൽ ഏതാണ് ഈ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഒരു കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്? അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ഒന്നാമത്തെ എ തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു വഹദ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം തംഹീദ്, അതിനൊരു ഇൻട്രൊഡക്ഷൻ പറയല്ലേ. പിന്നെ തഖ്ദീം, അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. പിന്നെ തദ്രീബ്, അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ തത്വീഖ്, അതിനൊന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ തഖ്യീം, ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഈ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഖുതുവാത്തു തഖ്ദീമുൽ വഹ്ദാത്ത്. ഈ വഹ്ദാത്തിന് അതിൻ്റെ ഖുതുവത്തുകളെ പ്രസൻറ്റ് ചെയ്യുന്ന ഖുതുവത്തിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ആദ്യം തംഹീദ്, ഇൻട്രൊഡക്ഷൻ, പിന്നെ തഖ്ദീം, പിന്നെ തദ്രീബ്, അതായത് പ്രാക്ടീസ്, പിന്നെ പ്രാക്ടിക്കലാക്കുക, പിന്നെ തത്വീഖ്, അത് അപ്ലൈ ചെയ്യുക, പിന്നെ തഖ്യീം, ഇവാലുവേറ്റ് ചെയ്യുക. ഈ ഒരു ഓർഡറിലാണ് സംഗതി വരുന്നത്. പിന്നെ അടുത്തത് റീഡിങ് കോംപ്രഹെൻഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നസൽ ആത്തിയ സുമ്മ അജിബ് അൽ അസിലത്തി തലി. അതായത് താഴെ തന്നിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു നെസ് വായിക്കുക, എന്നിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അപ്പോൾ നെസ് വായിച്ചു നോക്കല്ലേ. സുന്നത്തുല്ലാഹി ഫിൽ അർള് അന്നഹു ലാ യുർസിലുൽ അദാബ ദഫഅതൻ വാഹിദതൻ. അള്ളാഹുവിൻ്റെ ഒരു പതിവ് എന്ന് പറഞ്ഞാൽ എന്താക്കലില്ല, അദാബിനെ ഒറ്റത്തവണയായിട്ട് അയക്കാറില്ല പൊതുവെ. ബൽ യുർസിലു ഇൻദാറാത്തിൻ വ തംബീഹാത്തിൻ. ആദ്യം കുറേ ചില തംബീഹാത്ത്, ചില ഉണർത്തലുകൾ, പിന്നെ ചില ഇൻദാറാത്ത്, ചില മുന്നറിയിപ്പുകളൊക്കെ നൽകും, കോഷൻസ്, ഇതൊക്കെ നൽകൂല്ലേ. അതിനുശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദാബുകളെ, ശിക്ഷയെ ഇറക്കാറുള്ളത്. ലിയതനബ്ബഹന്നാസ്, ജനങ്ങൾ ഈ ഇൻദാറാത്ത്, തംബീഹാത്ത്, ഇവകളെന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് അവർ ഉണരണം. ഒരു പാഠം ഉൾക്കൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് അവർ മാറി നിൽക്കണം. അതിനു വേണ്ടിയാണ് അങ്ങനെ. എന്നിട്ടോ വയർജിഉ മിൻ ഗഫ്ലതിഹിം, ലിയതനബ്ബഹന്നാസു, ജനങ്ങൾ ഉണരാൻ വേണ്ടി വയർജിഉ മിൻ ഗഫ്ലതിഹിം, അവരുടെ ആ മണ്ടത്തരങ്ങൾ, അവരുടെ തെറ്റുകുറ്റങ്ങൾ എന്നൊക്കെ മാറണം. വഗായത്തുൽ അദാബിൽ അദ്ന, ഒരു അദാബിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അതിന് ഏറ്റവും ചെറിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? അന്നന്നാസ ഇദാലം യന്തഹു അൻ ഗയ്യിഹിം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങൾ, അതൊക്കെ പൂർണ്ണമായും എന്തഹു, അവർ ഒഴിവാക്കി, അതൊക്കെ നിർത്തലാക്കിയിട്ടില്ല എങ്കിൽ യുബ്തലൗന ബിൽ അദാബിൽ അക്ബർ, അവർ വലിയ ശിക്ഷ കൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടും, അവർ പരീക്ഷിക്കപ്പെടും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ലക്ഷ്യം. ഒരു ആയത്ത് അങ്ങനെയാണ്, ഇതിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. അപ്പോൾ അവർ ചെറിയ ശിക്ഷകൾ കൊണ്ടൊക്കെ, ചെറിയ ശിക്ഷകൾ, ചെറിയ ഉണർത്തലുകൾ, ഇൻദാറാത്ത്, ഇതുകൊണ്ടൊന്നും അവർ പാഠം ഉൾക്കൊണ്ടിട്ട് അവരുടെ ഗഫ്ലത്ത്, അവരുടെ അക്രമങ്ങളൊക്കെ അതിൽ നിന്നൊന്നും അവർ വിരമിച്ചില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വലിയ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കും, വലിയ ശിക്ഷകൾ കൊണ്ട് പരീക്ഷിക്കും. ഓക്കെ. വഹാദിഹി റഹ്മത്തുല്ലാഹി വഫദ്ലിഹി,
ഇത് ഹാദിഹി റഹ്മത്തുല്ലാഹി വഫദലുഹു, ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്തും ഫദലുമാണ്. എന്താണ് റഹ്മത്തും ഫദൽ? അന്നഹു യതനബ്ബഹുന്നാസ് അന്നഹു യുനബ്ബിഹുന്നാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ഉണർത്തുന്നുണ്ട്, ജനങ്ങളെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ തെറ്റുകളൊക്കെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കമാ അന്ന വലിയ തിഫ്ലി യദ്രിബുഹു ളർബൻ ഖഫീഫൻ ഇദാ റഅ മിൻഹു ഷൈഅൻ. അതായത് ഒരു പാരൻറ്റ് ഒരു കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചത് കണ്ടാൽ അപ്പോൾ ചെറിയൊരു അടി കൊടുക്കില്ലേ, ചെറിയൊരു വാണിംഗ് ആയിട്ട് ചെറിയൊരു അടി കൊടുക്കും. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും ജനങ്ങളെ അവരെ ഉണർത്താൻ ശ്രമിക്കുന്നു, അവരുടെ തെറ്റുകൾ അവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തും ഫദലുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതെന്തിനാ ആ കുട്ടിയെ അടിക്കുന്നു പറഞ്ഞ ഈ ഒരു സംഭവം? ഒരു പാരൻറ്റ് അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ആ കുട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കണ്ടാൽ അവനെ അടിക്കും. എന്തിനു വേണ്ടി? അല്ലാ യഊദ ഇലൽ ഖത്വഇ, അവൻ ആ തെറ്റിലേക്ക് വീണ്ടും മടങ്ങി പോവാതിരിക്കാൻ വേണ്ടി. വലാ യതഅസ്സറ ബി ആദത്തിൻ ഖബീഹത്തിൻ, ഒരു മോശമായ പ്രവൃത്തി അവൻ അതിൽ ഇൻഫ്ലുവൻസർ ആവാതിരിക്കാൻ വേണ്ടി. കദാലിക യുനസ്സിലുല്ലാഹു അലാ ഇബാദിഹി അൽ മസ്വാഇബ, ഇപ്രകാരം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസീബത്തുകളെ ഇറക്കുന്നത്. ലിയതയഖലു മിൻ ഗഫ്ലതിഹിം, അവർക്കുണ്ടായിത്തീർന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ ആയിരിക്കുന്ന ആ ഒരു ഗഫലത്ത്, ആ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക്, ആ ഒരു ഗഫലത്തിൽ നിന്ന് അവർ പൂർണ്ണമായി ഉണരാൻ വേണ്ടി യുസദ്ദിദു ഖുതാഹും, എന്നിട്ട് അവരുടെ ആ തെറ്റുകളൊക്കെ അവർ പൂർണ്ണമായി യുസദ്ദിദു എന്ന് പറഞ്ഞാൽ അടക്കുക എന്നൊക്കെ അർത്ഥം. അതായത് അവർക്ക് വന്നിട്ടുള്ള ആ മിസ്റ്റേക്സിൻ്റെ ആ വഴികളൊക്കെ അവർ പൂർണ്ണമായി അടക്കുക. അപ്പോൾ തഹ്സുന ആക്കിബത്തും, എന്നിട്ട് അവരുടെ ആക്കിബത്തൊക്കെ നന്നാവണം. ഇത്തരത്തിലാണ്, ഇതിനൊക്കെ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബിനെ അവൻ്റെ അടിമകൾക്കിടയിൽ ഇറക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി അഹ്യാനൻ തഅ്തിൽ മസായിബു അലൽ ഇൻസാനി ലിറഫ്ഇ ദറജാതിഹി ഫിൽ ആഖിറ, ചില സമയത്തൊക്കെ മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത് എന്തിനാണ്? അവൻ്റെ ആഖിറത്തിലുള്ള ഈ ഒരു മനുഷ്യൻ്റെ ദറജ വർദ്ധിക്കാൻ വേണ്ടിയാണ്. വയുക്രമുൽ ഇൻസാനു ഫിഹാ ബിജസാഇ അഅമാലിഹി, എന്നിട്ട് വയുക്രമുൽ ഇൻസാനു ഫിഹാ ബിജസാഇ അഅമാലിഹി, എന്നിട്ട് അവൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ആ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായിട്ട് അവൻ എന്താക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വെച്ച് അവനെ ഇക്റാം ചെയ്യുകയും ചെയ്യും. ഫയതമന്ന, ഈ ഒരു സമയത്ത് ആഖിറത്തിൽ ഇങ്ങനെയൊക്കെ അവനെ ഇക്റാം ചെയ്യുന്ന, അവനെ ബഹുമാനിക്കുന്ന, അവൻ ഇക്റാം ചെയ്യുന്നൊരു അവസരത്തിൽ ഫയതമന്ന, ഈ മനുഷ്യന് കൊതിച്ചു പോകും അന്നഹു ലൗ കാനത്ത് ലഹു ഫിദ്ദുനിയ മസായിബു കസീറ, ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് മുസീബത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു പോകും. എന്നാലോ ജസാഅഹുന, ഇവിടെ ആ പരീക്ഷണങ്ങൾക്കൊക്കെ പ്രതിഫലമായിട്ട് അതിൻ്റെ ഒരു പ്രതിഫലം അവന് എവിടെ ലഭ്യമാവുമല്ലോ എന്നവൻ കൊതിച്ചു പോകും. അതായത് ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് അവൻ എന്താവും? ആഖിറത്തിൽ അതിൻ്റെ ജസാ അവന് കിട്ടുമല്ലോ എന്നവൻ കൊതിച്ചു പോകും. അപ്പം ഇതാണ് നമുക്കവിടെ തന്നിട്ടുള്ള ടെക്സ്റ്റ്, ഒരു നെസ്റ്റ് ഇതാണ്. ഈ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ലിമ യുനസ്സിലുല്ലാഹു അലാ ഇബാദിഹി അൽ മസ്വാഇബ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾക്ക് ശിക്ഷകൾ ഇറക്കുന്നത്, മുസീബത്തുകൾ ഇറക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ അവിടെ ഓപ്ഷനിലുള്ള ലിയതയഖലു മിൻ ഗഫ്ലതിഹിം, അവരുടെ ഗഫലത്തിൽ നിന്നൊക്കെ അവർ ഉണർന്നു വരണം. ലിയുസദ്ദിദു ഖുതാഹും, അവരുടെ തെറ്റുകളൊക്കെ പൂർണ്ണമായി തെറ്റിൻ്റെ വഴികളൊക്കെ അടച്ചു കളയണം. ലിതഹ്സുന ആക്കിബത്തും, അവരുടെ ആക്കിബത്തൊക്കെ നന്നാവണം. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജമീഉ മാ ദുക്കിറ, ഈ പറഞ്ഞ എല്ലാതും ഉണ്ട്. ഈ 4 ഓപ്ഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഈ ഒരു ഇതിൽ വായിച്ചതാണ് എന്ത്? യുനസ്സിലുല്ലാഹു അലാ ഇബാദിഹിൽ മസ്വാഇബ ലിയതയഖലു മിൻ ഗഫ്ലതിഹിം വയുസദ്ദിദു ഖുതാഹും വതഹ്സുന ആഖിബത്തും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 സാധനവും കറക്റ്റായിട്ട് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ജമീഉ മാ ദുക്കിറ എന്നുള്ള ഈ പറയപ്പെട്ട 3ഉം അതിൻ്റെ ആൻസറാണ്, 3ഉം ശരിയാണ്, എല്ലാം ആണ് എന്നുള്ള അതാണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി മറ്റൊരു ചോദ്യം, ലവജദ ജസാഅഹുന, ആ അഅമാലുകളുടെ പ്രതിഫലം ഇവിടെ അവൻ എത്തിക്കും. മാദാ യുറാദു ബിഹുന, ഇവിടെ ലവജദ ജസാഅഹുന എന്ന് ഇവിടെ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആ ഹുന കൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിൽ ബൈത്ത്, അവൻ വീട്ടിലെത്തിക്കുന്നതാണോ ആ പ്രതിഫലമൊക്കെ? ഫിൽ അഹ്ലി, അവൻ്റെ കുടുംബത്തിലെത്തിക്കുന്നതാണോ? എന്നാൽ ഫിദ്ദുനിയ, അവൻ ദുനിയാവിൽ തന്നെ അതിൻ്റെ പ്രതിഫലം എത്തിക്കുന്നതാണോ? എന്നാലും ഫിൽ ആഖിറ, അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പ്രതിഫലങ്ങൾ ആഖിറത്തിൽ എത്തിക്കുമെന്നാണോ ഇവിടെ ഉദ്ദേശം? അതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ
നേരത്തെ പറഞ്ഞ ടെക്സ്റ്റിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. കണ്ടോ ഇവിടെ ഇതാ വയുക്രമുൽ ഇൻസാനു ഫിയ ബി ജസാഇ അമാലിഹി, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് പകരമായിട്ട് അവൻ ആദരിക്കപ്പെടും. ഫയത്തമന്ന അന്നഹു ലൗ കാനത് ലഹു ഫി ദുനിയ മസായിബു കസീറ, ഒരുപാട് മുസീബത്ത് ദുനിയാവിൽ ഉണ്ടായിരുന്നെങ്കിൽ ലവജദ ജസാഅഹു ഹുനാ, അതിൻ്റെ പ്രതിഫലമൊക്കെ ഇവിടെ ആഖിറത്തിൽ, അതായത് ആഖിറത്തിലല്ല അവൻ ഇക്റാം ചെയ്യപ്പെടുന്നില്ല, അപ്പോൾ ആഖിറത്തിൽ അതിൻ്റെ പ്രതിഫലമൊക്കെ അവൻ എത്തിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഉദ്ദേശമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫിൽ ആഖിറ എന്നുള്ള ഇതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അവൻ ഇവിടെ ഹുന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിൽ ആഖിറ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മൽ കലിമത്തുൽ മുലാദത്തു ഫിൽ മഅന ലി അൽ അക്ബർ, അക്ബർ എന്നതിൻ്റെ മുലാദായിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസിൽ അക്ബർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ, ഈ ടെക്സ്റ്റിൽ നമ്മൾ അക്ബർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ആ അക്ബർ എന്നതിൻ്റെ മുലാദായിട്ട് വരുന്നത് ഏത് സെൻറ്റൻസ് ആണെന്ന്, ഏത് വേർഡാണെന്ന്. അപ്പോൾ അന്നന്നാസ ഇദാലം എൻതഹു അൻ ഗയ്യിഹിം യുബ്തലൗന ബിൽ അദാബിൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷ കൊണ്ട് തന്നെ അവൻ പരീക്ഷിക്കപ്പെടും എന്നിവിടെ പറയണം. അപ്പോൾ ഇതിൻ്റെ മുലാദായിട്ട് ഏതാണ് ഇവിടെ വരിക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ അൽ അഹ്സൻ, അൽ അദ്ന, അൽ അഖീർ, അൽ അവൽ. അപ്പോൾ അക്ബറിൻ്റെ മുലാദായിട്ട് നമുക്ക് ശരിക്കും അറിയാം, അക്ബർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലുതാണല്ലേ, ഒരു ഇസ്മു തഫ്ദീൽ, ഏറ്റവും വലുത്, ദ ബിഗ്ഗസ്റ്റ് വൺ എന്നാണ് അതിൻ്റെ ശരിക്കും വേണം. അപ്പോൾ അതിൻ്റെ മുലാദ് എന്താ വരിക, അൽ അസ്ഗർ എന്ന് ശരിക്കും വരണ്ടേ അല്ലേ, അസ്ഗർ എന്നാണ് അതിൻ്റെ ശരിക്കും ഏറ്റവും ചെറുതെന്നല്ലേ. അപ്പോൾ ഇവിടെ അൽ അഹ്സൻ, അഹ്സൻ വളരെ നല്ലത്, അത് ഒരിക്കലും ഇതിനോട് യോജിക്കുന്നില്ല. പിന്നെ അൽ അദ്ന, പിന്നെ അൽ അഖീർ അവസാനം, അൽ അവൽ ആദ്യം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനോട് ഈ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ കുറച്ചൊക്കെ സ്യൂട്ട് ആവുന്നത് അൽ അദ്ന എന്ന വേർഡാണ് അല്ലേ. ഇതിന് ഒരു അസ്ഗർ എന്നതിൻ്റെ ഒരു ധ്വനി ഈ അദ്ന എന്നതിന് ഉണ്ട്. അപ്പോൾ അതായത് അദ്നയിൽ ഒരു ചെറിയത്, ഏറ്റവും ചുരുങ്ങിയത് എന്നൊക്കെ ഒരു മാന എന്തിനുണ്ട്, അതിനൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ന എന്നുള്ളതായിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ. അപ്പോൾ അദ്ന എന്നുള്ളതാണ് ഈ അക്ബർ എന്ന ഈ സെൻറ്റൻസ്, ഈ ഒരു ടെക്സ്റ്റിൽ പ്രയോഗിച്ചിട്ടുള്ള അക്ബറിനോട് മുലാദായിട്ട് ഓപ്പോസിറ്റായിട്ട് വരുന്ന കലിമത്ത് അദ്ന എന്നുള്ള കലിമത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലിമത്തു മസ്വാഇബ് ഫി ജുംലത്തി ലഹു ഫി ദുനിയ മസ്വാഇബു കസീറ എന്ന ഈ ഒരു സെൻറ്റൻസിലുള്ള, ഈ ഒരു ജുംലയിലുള്ള മസ്വാഇബ് എന്ന ഈ ഒരു വാക്ക് ഇത് മസലുണ്ട്, ഇത് ഈ പറഞ്ഞ ഏതിനുള്ള ഉദാഹരണമാണ് ഇനി പറയാൻ പോകുന്ന? അൽ മംനൂ മിന സർഫ്, ജംഉൽ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം, അൽ മുസന്ന. അൽ മംനൂ മിന സർഫ് ഗൈറു മുൻസരിഫാണോ, ജംഉ മുദക്കർ സാലിമാണോ, ജംഉ മുഅന്നസ് സാലിമാണോ, തസ്നിയാണോ, എന്തിനുള്ള ഉദാഹരണമാണ് ഈ മസ്വാഇബ് എന്നുള്ളത് ഈ ഒരു കലിമത്തിലുള്ളത്, ഈ ഒരു ജുംലയിലുള്ളത്? അപ്പോൾ അതിൻ്റെ ഉത്തരം അൽ മംനൂ മിന സർഫ് ഗൈറു മുൻസരിഫാണ് മസ്വാഇബ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുക? ലഹു ഫി ദുനിയ, ഇത് ലഹു ഫി ദുനിയ, ഇവിടെ ഖബർ കഴിഞ്ഞു, ഖബർ ലഹു എന്നുള്ളത് അവിടെ കഴിഞ്ഞു, ലഹു എന്നുള്ളത് ഖബർ മുഖദ്ദമായിട്ട് കഴിഞ്ഞു. പിന്നെ മസ്വാഇബു കസീറത്തുൻ എന്നവിടെ വായിക്കുക, മസ്വാഇബു എന്ന് വായിക്കുക, മസ്വാഇബുൻ എന്ന് വായിക്കൂല, മസ്വാഇബു കസീറത്തുൻ എന്നാണ് വായിക്കുക. ഈ കസീറത്തുൻ ഇതിൻ്റെ സിഫത്താണ്. അപ്പോൾ കാരണം ഇവിടെ മസ്വാഇബുൻ എന്ന് വായിക്കാതിരിക്കാൻ കാരണം എന്താ? അത് ഗൈറു മുൻസരിഫാണെന്നാണ്. അപ്പോൾ ഗൈറു മുൻസരിഫ് എന്താ നമുക്ക് നോക്കാം. അൽ മംനൂ മിന സർഫി ഹുവ ഇസ്മുൻ മുഅറബുൻ, അൽ മംനൂ മിന സർഫ് എന്ന് പറയും, അല്ലെങ്കിൽ ഗൈറു മുൻസരിഫ് എന്നും പറയും, ഗൈറു മുൻസരിഫ് എന്നും പറയും. അപ്പോൾ രണ്ടും ഒന്നാണ്. അപ്പോൾ ഹുവ ഇസ്മുൻ മുഅറബുൻ, ഒരു മുഅറബായ ഇസ്മാണ്. ലാ യഖ്ബലു തൻവീൻ, തൻവീനെ സ്വീകരിക്കുകയില്ല. വലാ യഖ്ബലുൽ കസ്റത, കസ്റത്തിനെയും സ്വീകരിക്കില്ല. കസ്റത്തിനെ സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മസ്വായിബ് എന്നുള്ളതല്ലേ. അപ്പം മസ്വായിബ് എന്നുള്ളതിൽ ഒരിക്കലും മസ്വായിബി എന്ന് പറയൂല, അതേപോലെ തന്നെ മസ്വായിബുൻ എന്നും പറയൂല. അപ്പോൾ എന്താണ് ഇവിടെ? തൻവീനെ സ്വീകരിക്കുകയില്ല, അതേപോലെ കസ്റിനെയും സ്വീകരിക്കുകയില്ല. എങ്ങനെ? ഇദാലം യകുൻ മുലാഫൻ വലം യദ്ഖുൽ ഫീഹി അൽ, അതായത് ഇത് മുലാഫായിട്ടില്ലെങ്കിലും പിന്നെ അതിന് അല്ല് പ്രവേശിച്ചില്ലെങ്കിലും. ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു സാധനത്തിൽ ഫിദ്ദുന്യ മസ്വാഇബു കസീറ, ഇപ്പോൾ ഇവിടെ നമ്മൾ മസ്വാഇബു എന്ന് വായിച്ചു അല്ലേ. ഇനി അവിടെ അൽ മസ്വാഇബു എന്നാണെങ്കിൽ, അൽ മസ്വാഇബു എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് വായിക്കും? ഇവിടെ ആ സമയത്ത് നമ്മളവിടെ തൻവീൻ പ്രവേശിക്കൂല, കാരണം ഈ ഒരു അല്ലും തൻവീനും രണ്ടും ഒരുമിച്ച് ഇവിടെ ഉണ്ടാവില്ല. അൽ മസ്വാഇബുൻ എന്ന് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ അല്ല് പ്രവേശിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മസ്വാഇബു ദുനിയ എന്ന് പറയണം, മസ്വാഇബു
അദ്ദുന്യ, മസ്വാഇബു അദ്ദുന്യ എന്ന് പറയണം. ആ ദുനിയാവിലെ മുസീബത്തുകൾ. ആ സമയത്തും എന്താവും ഇവിടെ ഇവിടെ ഈ ഒരു ഗൈറു മുൻസരിഫ് എന്നുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു നിയമം ഇതിൽ നിന്ന് ഇല്ലാതായി പോകും. അതായത് ഇനിയിപ്പോൾ അൽ മസ്വാഇബു, ഇവിടെ മസ്വാഇബ് എന്നുള്ള തൻവീൻ പറയില്ല, പക്ഷെ എന്നാലും ഇവിടെ മസ്വാഇബി എന്ന് പറയാം. കാരണം ഇവിടെ അല്ല് പ്രവേശിച്ചു. അതുപോലെ തന്നെ മസ്വാഇബുദ്ദുന്യ എന്ന് പറയുമ്പോൾ ഇവിടെ തൻവീൻ എന്താണ്, കാരണം മുലാഫ് ഇലൈഹിയാണ്. അതേപോലെ തന്നെ എന്നാൽ ഇവിടെ ഒരു അല പ്രവേശിക്കുകയാണ്, ഒരു അലാ മസ്വാഇബിദ്ദുന്യ എന്ന് പറയാം, അവിടെ കസ്ര പ്രവേശിക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഈ അല്ല് പ്രവേശിക്കുക, അതുപോലെ തന്നെ മുലാഫ് ആവുക, ഇവകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ഗൈറു മുൻസരിഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് കസ്രത്തിനെയോ അതുപോലെ തന്നെ തൻവീനെയോ സ്വീകരിക്കൂല. അതായത് ഇനി അത് മുലാഫ് ആവുകയോ അല്ലെങ്കിൽ അല്ല് പ്രവേശിക്കുകയോ ചെയ്താൽ അത് എന്താവും? ജറിനെ, അതായത് കസ്രത്തിനെ സ്വീകരിക്കും എന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെയാവുമ്പോൾ ഈ അല്ല് പ്രവേശിക്കുകയോ അതുപോലെ തന്നെ അത് ഇദാഫത്ത് ചെയ്യപ്പെടുകയോ ചെയ്താൽ അത് ഗൈറു മുൻസരിഫ് എന്ന ഹുക്കുമിൽ നിന്ന് അത് നീങ്ങിപ്പോകും. അതിൻ്റെ ഗൈറു മുൻസരിഫ് എന്ന പദവി നീങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ തെക്കൂനു അലാമത്ത് ജർരി. അപ്പം ജെറ് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ജെറിൻ്റെ സമയത്ത് അതിൻ്റെ അലാമത്ത് എന്തായിരിക്കും? അപ്പോൾ തെക്കൂനു അലാമത്ത് ജർരി അൽ ഫത്തഹത്ത നിയാബത്തൻ അനിൽ കസ്റത്തി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഫത്തഹത്ത് കൊണ്ട് ജെറ്, അങ്ങനെയായിരിക്കും വരിക. അപ്പോൾ അലാ മസ്വാഇബി അപ്പോൾ അലാ മസ്വാഇബി എന്നായിരിക്കും വരിക. അലാ മസ്വാഇബ എന്ന് വരും. അലാ മസ്വാഇബി എന്നാണ് ശരിക്കും വേണ്ടത്. അലാ മസ്വാഇബിൻ എന്ന് നമ്മൾ പറയണല്ലേ, പക്ഷെ ഇവിടെ അലാ മസ്വാഇബിൻ എന്ന് നമ്മൾ പറയൂല. കാരണം എന്താ? ഇത് ഗൈറു മുൻസരിഫ് ആയതുകൊണ്ട് നമ്മൾ എന്താകും? അലാ മസ്വാഇബ എന്നാണ് പറയുക. അലാ മസ്വാഇബിൻ എന്നാണ് പറയേണ്ടിയിരുന്നത്, അലാ മസ്വാഇബ എന്നേ പറയുള്ളൂ. അപ്പോൾ കാരണം ഇവിടുത്തെ ജെറ് എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഈ ഫത്തഹത്ത് കൊണ്ടാണ്. ജെറിൻ്റെ അടയാളം അലാമത്ത് ജർരി അൽ ഫത്തഹത്തു നിയാബത്തൻ അൽ കസ്റത്തി. പിന്നെ കലിമത്ത് മസ്വാഇബ് എന്ന കലിമത്ത് ഇസ്മുൽ മംനൂ മിന സ്വറഫി എന്നാണോ? ഈ മസ്വാഇബ് എന്ന കലിമത്ത് മംനൂ മിന സ്വറഫാണ്. ഇനി മംനൂ മിന സ്വറഫ് ആവാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആ കലിമത്ത് വെറുതെ അങ്ങ് മംനൂ മിന സ്വറഫ് ഗൈറു മുൻസരിഫ് ആവില്ലല്ലോ. അപ്പോൾ അതിനുള്ള കാരണം പറയാം. കലിമത്ത് മസ്വാഇബ് ഇസ്മുൻ മംനൂ മിന സ്വറഫി ഗൈറു മുൻസരിഫാണ്. കാരണം എന്താ? അന്ന ഫീഹി ഇല്ലത്തുൻ വാഹിദത്തുൻ തംനഉ മിന സ്വറഫ്. ഗൈറു മുൻസരിഫ് ആവാനുള്ള ഒരുപാട് ഇല്ലത്തുകളുണ്ട്, 7, 9 ഇല്ലത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇല്ലത്തുകളിൽപ്പെട്ട ഒരു ഇല്ലത്ത് ഇതിലുണ്ട്, ഈ ഒരു മസ്വാഇബ് എന്ന കലിമത്തിലുണ്ട്. ആ ഇല്ലത്ത് ഏതാണ്? ഹിയ മുൻതഹൽ ജംഅ് എന്ന ആ ഒരു ഇല്ലത്താണുള്ളത്. അതായത് മുൻതഹൽ ജംഅ് എന്ന് പറയുമ്പോൾ വസിന മഫാഇല് എന്നൊരു വസിനിൽ അല്ലെങ്കിൽ മഫാഇല് എന്നൊരു വസിനിൽ ഒരു കലിമത്ത് വരികയാണെങ്കിൽ ആ കലിമത്ത് എന്തായിരിക്കും? ഗൈറു മുൻസരിഫ് ആയിരിക്കും. ഈ 2 വസനുകളെയാണ് മുൻതഹൽ ജംഅ് എന്ന് പറയുന്നത്. ഈ 2 വസനുകൾ കലിമത്ത് വരുമ്പോൾ, അപ്പോൾ ഇവിടെ മസ്വാഇബ് എന്നത് മഫാഇല് എന്ന ഈ വസനിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ മസാജിദ് എന്ന് പറയും. ഈ മസാജിദ് എന്നുള്ളത് മഫാഇൽ വസൻ. എന്നാൽ മസാജീദ് എന്നതിന് ജംആയിട്ട് പറയും. അപ്പോൾ മഫാഇല് എന്ന വസനിക്ക് വരും. അപ്പോൾ ഈ രൂപത്തിൽ ഈ മുൻതഹൽ ജംഅ് എന്ന ഈ ഒരു ഇല്ലത്ത് ഈ ഒരു ഇസ്മിൽ ഉണ്ടായ കാരണത്താലാണ് എന്താ അത് ഗൈറു മുൻസരിഫായി മാറിയത്. ഓക്കെ, ഈ ഉദാഹരണം ഫിദ്ദുന്യ മസ്വാഇബു കസീറത്തുൻ. അപ്പോൾ മസ്വാഇബു എന്നേ ഇവിടെ പറയുള്ളൂ, ഒരിക്കലും തൻവീൻ ഇവിടെ മസ്വാഇബുൻ എന്ന് പറയുകയില്ല. ഇവിടെ മസ്വാഇബു എന്നേ പറയുകയുള്ളൂ. ഓക്കെ, മസ്വാഇബു കസീറത്തുൻ ഇതിൻ്റെ സിഫത്തായ കസീറത്തിനാണ് കൊടുക്കുക, കാരണം കസീറത്ത് ഗൈറു മുൻസരിഫിൽ പെട്ടതല്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മൽ മുറാദു ബി ദഫ്അത്തിൻ വാഹിദ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? കലിമത്തുൻ വാഹിദ എന്നാണോ? ദറജത്തുൻ വാഹിദ എന്നാണോ? വായത്തും വാഹിദ എന്നാണോ? മറത്തും വാഹിദ? അത് ഒരു കലിമത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പദവി, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഒറ്റത്തവണ എന്നാണോ? ഇത് നമുക്ക് വളരെ ക്ലിയർ ആണല്ലോ. ദഫ്അത്തുൻ വാഹിദ നമ്മൾ ഒറ്റത്തവണ എന്നാണ് ശരിക്കും ഉദ്ദേശം. അതായത് മറത്തുൻ വാഹിദ ഇതാണ് റൈറ്റ് ആൻസർ. മറത്തുൻ വാഹിദ എന്നാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇനി അടുത്തൊരു കുറച്ച് ബൈത്തുകളാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ബൈത്തുകൾ എന്താ, ഇതിന് ജസ്റ്റ് അർത്ഥം എന്താണെന്നുള്ള ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. തഅല്ലമി വൻഹളി യാ ബിൻത അഖ്യാരി തഹദ്ദബി സുമ്മ സ്വീരി സീനത്തദ്ദാരി. അതായത് ഈ ഒരു ഖിതാബ് മുഹാത്തബത്ത് ഫുള്ളൊരു സ്ത്രീയോടാണ് അല്ലേ, ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്താണ് ഈ ഒരു ബൈത്ത് ഫുള്ള് സംസാരിക്കുന്നത്. തഅല്ലമി വൻഹളി യാ ബിൻത അഖ്യാരി, ഓ നല്ലവളെ നീ
പഠിക്കുക, എന്നിട്ട് നീ ഉണർവ് നേടുക എന്നൊക്കെയാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ എൻലൈറ്റൻ ആവുക. തഹദബി സുമ്മ സ്വീരി സീനത്തദ്ദാരി, നീ സംസ്കാര സമ്പന്നയാവുക, പിന്നെ നീ സീനത്തുദ്ദാരി, ഈ ഒരു വീടിൻ്റെ വിളക്കാവുക, അല്ലെങ്കിൽ വീടിൻ്റെ പ്രകാശമാവുക, വീടിൻ്റെ ഭംഗിയാവുക എന്നൊക്കെ പറയുന്നത്. ഫൽ ഇൽമു സൈനുൻ വ തശ്രീഫുൻ ലി സ്വാഹിബിഹി, ഇൽമ് അറിവ് എന്നുള്ളത് അത് ആ അറിവുള്ള ആൾക്കുള്ള ഒരു ബഹുമാനവും അത് ഒരു ഭംഗിയുമൊക്കെയാണ്. വൽ ഇൽമു യഹ്ദിൽ ബറായ മിസ്ല അൻവാരി, ആ ഇൽമ് എന്നുള്ളത് സൃഷ്ടികളെ, ബറായ എന്ന് പറയുമ്പോൾ സൃഷ്ടികൾ, ബരിയത്ത് എന്നതിന് ജംആണ് ബറായ, സൃഷ്ടികളെ മിസ്ല അൻവാരി, അത് പ്രകാശങ്ങളെ പോലെ അതെന്താക്കുന്നു, ഈ സൃഷ്ടികളെ നയിക്കുന്നു, ഇൽമ് നയിക്കുന്നു, യഹ്ദി അതായത് സന്മാർഗത്തിലാക്കുന്നു എന്നർത്ഥം. മിസ്ല അൻവാരി. ഓക്കെ. വൽ ഇൽമു യഹ്ദിൽ ബറായ മിസ്ല അൻവാരി, ആ ഇൽമ് അറിവ് എന്നുള്ളത് അത് യഹ്ദിൽ ബറായ സൃഷ്ടികളെ, ബറായ എന്ന് പറയുമ്പോൾ ബരിയത്തിൻ്റെ ജംഅ്, ഈ സൃഷ്ടികളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. മിസ്ല അൻവാരി, ഈ പ്രകാശം സന്മാർഗത്തിലേക്ക് നയിക്കുന്നത് പോലെ. തഅദ്ദബി ബിഹുസ്നിൽ ഖൽഖി ഫജ്തദിബി, നീ അറിവ് നേടുക, ബിഹുസ്നിൽ ഖൽഖി അല്ലെങ്കിൽ തഅദ്ദബി, നീ അദബുള്ള മര്യാദയുള്ളവനാവുക, നീ ഡിസിപ്ലിൻഡ് ആവുക, ബിഹുസ്നുൽ ഖുൽഖി സൽ സ്വഭാവം കൊണ്ട്. ഫജ്തദിബി, നീ ആകൃഷ്ടത ഉളവാക്കുന്നവളാവുക. കുല്ലൽ ഖുലൂബി, എല്ലാ ഹൃദയങ്ങളെയും ആകർഷിക്കുന്നവളാവുക. വകൂനി ഫഖ്റ മില്യാരി, എന്നിട്ട് 1 ബില്യൺ കണക്കിന് ആളുകളുടെ ഫഖ്റാവുക, നീ അവരുടെയൊക്കെ അഭിമാനമായി മാറുക. മില്യാർ എന്ന് പറയുമ്പോൾ ബില്യൺ എന്നാണ് അർത്ഥം. തസഖഫി സുമ്മ സ്വീരി ഖൈറ ആനിസത്തിൻ, നീ അതുപോലെ തന്നെ തസഖഫി, നീ സംസ്കാര സമ്പന്നയാവുക. സുമ്മ സ്വീരി ഖൈറ ആനിസത്തിൻ, നല്ല സ്ത്രീയായി മാറുക. തതഹരി മിൻ ഉയൂബിൽ ജഹ്ലി വൽ ആരി, എല്ലാ മോശത്തിൽ നിന്നും, മോശത്തരങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വിവരക്കേടുകളിൽ നിന്നും, വിവരക്കേടുകളുടെ അയ്ബിൽ നിന്ന്, അതിൻ്റെയൊക്കെ ന്യൂനതകളിൽ നിന്നൊക്കെ നീ ശുദ്ധിയാവുക. വൽ ഇൽമു ഖൈറു ലിബാസുൽ ബിൻതി ദൂന മുർറൻ, അതായത് ഈ എൽമ് എന്നുള്ളത് അത് ഒരു ബിന്തിന്, ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് ഖൈറു ലിബാസിന് ഏറ്റവും നല്ല വസ്ത്രമാണ്. ഹുവൽ ഹുലിയുലഹ വസ്സൗബ് വസ്വാരി, അതായത് ഈ എൽമ് എന്നുള്ളത് അവൾക്കുള്ള ആഭരണവും വസ്ത്രവും അവരുടെ എല്ലാമാണ് എന്നാണ് ഇവിടെ ഈ ഒരു ബൈത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് ബേസ് ചെയ്തിട്ട്, ഈ ഒരു കവിത ബേസ് ചെയ്തിട്ട് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ആൻസർ ചെയ്യാം. ബി ഐ ഷൈഇൻ യത്ലുബു ഷാഇറു അൻ യതഅദ്ദബ ബിഹി, അതായത് ഈ സ്ത്രീ തഅദ്ദുബാവണം, ഡിസിപ്ലിൻഡ് ആവണം എന്ന് പറഞ്ഞു. ഏത് വസ്തു കൊണ്ടാണ് അവൾ ഡിസിപ്ലിൻഡ് ആവേണ്ടത്? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഇവരുണ്ട്. ബി ഹുസ്നുൽ ഖുൽഖ്, ബി സീനത്തിദ്ദാർ, ബി ഗുയൂബിൽ ജഹ്ലി, ബി ലിബാസിൽ ബിൻത്. സൽസ്വഭാവം, നല്ല വീടിൻ്റെ വിളക്ക്, അല്ലെങ്കിൽ വീടിൻ്റെ ഭംഗിയാവൽ കൊണ്ട്, അല്ലെങ്കിൽ സൽസ്വഭാവം കൊണ്ട്. ബി ഗുയൂബിൽ ജഹ്ലി, ജഹലിൽ നിന്നൊക്കെ മാറി നിൽക്കൽ കൊണ്ട്. പിന്നെ ബി ലിബാസിൽ ബിൻതി, സ്ത്രീയുടെ വസ്ത്രധാരണം കൊണ്ട്, പെൺകുട്ടികളുടെ വസ്ത്രം ധരിക്കൽ കൊണ്ട്. ഇതിൽ ഏതുകൊണ്ടാണ് അവളോട് തഅദ്ദുബാവാൻ വേണ്ടി, തഅദ്ദബിഹി, അതായത് സ്ത്രീ എന്തുകൊണ്ടാണ് ഡിസിപ്ലിൻഡ് ആവേണ്ടത്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് നമ്മളെ ബൈത്തിൽ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഡിസിപ്ലിൻഡ് ആവേണ്ടത് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. തഅദ്ദബി ബിഹുസ്നിൽ ഖുൽഖി, നല്ല സൽസ്വഭാവം കൊണ്ട് നീ ഡിസിപ്ലിൻഡ് ആവുക എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ബിഹുസ്നുൽ ഖുൽഖി എന്നതാണ് ഇവിടെ റൈറ്റ് ആൻസർ അല്ലേ. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യുഅ്തബറുൽ ഇൽമു ലിൽ ബിൻതി ക, ഇൽമിനെ ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് ഇൽമിനെ എന്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്? അപ്പോൾ ഈ ഇൽമ് എന്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്? ക ലിബാസിഹ, അവളുടെ വസ്ത്രമായിട്ടാണോ? ക ഹുലിയഹ, അവളുടെ ആഭരണമായിട്ടാണോ? ക സൗബിഹ, അവളുടെ വസ്ത്രമായിട്ടാണോ? ജമീഉ മാ ദുക്കിറ, അവിടെ പറയപ്പെട്ട എല്ലാം. അപ്പോൾ ഇത് എന്തായിട്ടാണ് അവൾക്ക് ഇൽമിനെ പരിഗണിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബൈത്തിൽ നോക്കിയാൽ വൽ ഇൽമു ഖൈറു ലിബാസിൽ ബിൻതി ഹുവൽ ഹുലിയു ലഹാ വസ്സൗബ്. അപ്പോൾ ഈ ലിബാസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹുലിയ പറഞ്ഞിട്ടുണ്ട്, സൗബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട മൂന്നെണ്ണവും അവൾക്ക് എന്ത് വേണം? അവൾക്ക് ഇൽമ് അങ്ങനെയായിട്ടാണ്, ഈ മൂന്നുമായിട്ട് അവളെ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതായത് ഇൽമിനെ അവൾക്ക് ഈ മൂന്നുമായിട്ടും പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ജമീഉ മാ ദുക്കിറ ഹുന എന്നുള്ള ലിബാസ്, ഹുലിയ, സൗബ് ഇതെല്ലാം അതിൻ്റെ കറക്റ്റ് ആൻസർ ആയതുകൊണ്ട് ജമീഉ മാ ദുക്കിറ ഹുന എല്ലാം എന്നുള്ളതാണ് അവിടെ ആൻസറായി വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കലിമത്ത് തഅദ്ദബി. തഅദ്ദബി എന്നുള്ള കലിമത്ത് ഹിയ, അത് ഏതാണ്? അത് ഏത് ഫിയലാണ്? ഫിയല് മുളാരി മുഅന്നസ്.
മുദാരിയായ മുഅന്നസായ മുദാരിയായ ഫീലാണോ? അമ്രു ഹാദിറിൽ മുഅന്നസിനുള്ള അമ്രു ഹാദിറാണോ? അമ്രു ഗായിബിൽ മുദക്കറിനുള്ള അമ്രു ഗായിബാണോ? അമ്രു ഹാദിറിൽ മുദക്കറിനുള്ള അമ്രു ഹാദിറാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ തഅദ്ദബി എന്നുള്ളതിലെ അത് അമ്രു ഹാദിറിൽ മുഅന്നസ്, അത് അമ്രു ഹാദിറുൽ മുഅന്നസ്, അത് തഅദ്ദബ യതഅദ്ദബു അല്ലേ. ഇതിൻ്റെ വിശദീകരണം കൊടുക്കുമ്പോൾ തഅദ്ദബി എന്നുള്ളത് അമ്രുൻ ഹാദിറുൽ മുഅന്നസ് മിൻ തഅദ്ദബ യതഅദ്ദബു അല്ലേ. തഫഅല യതഫഅലു എന്ന ബാബ്, തഫഅല യതഫഅലു അതായത് അദബ യഅദിബു എന്നതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട എന്നതിനെ തഫഅല യതഫഅലു എന്ന ബാബിലിട്ട് അപ്ലൈ ചെയ്ത ആ തഅദ്ദബ യതഅദ്ദബു അതിൽ നിന്നുള്ള അമ്രാണ് തഅദ്ദബി എന്നുള്ളത് അല്ലേ. അപ്പോൾ തഅദ്ദബീന എന്നതിൽ നിന്നാണ് നമ്മൾ എന്താക്കുന്നത്. ഈ തഅദ്ദബി എന്നുള്ളത് നീ ഒരു സ്ത്രീ ഡിസിപ്ലിൻഡ് ആവുക, നീ ഒരു സ്ത്രീ നല്ല സൽസ്വഭാവിയാവുക, അല്ലെങ്കിൽ നീ ഒരു സ്ത്രീ നല്ല സംസ്കാരമുള്ളവളാവുക, നീ ഒരു സ്ത്രീ ആദരവുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ മര്യാദയുള്ളവളാവുക എന്നൊക്കെയാണ് ഇവിടെ ആശയം വരുന്നത് അല്ലേ. അപ്പോൾ നീ ഒരു സ്ത്രീ, ഒരു ഹിത്വാബത്താണ് അവിടെ വരുന്നത്, ഒരു ഹിത്വാബാണ് അവിടെ വരുന്നത്. അത് ഹിത്വാബിൻ്റെ സീഗയാണ്. അതായത് ഒരു അമ്ര എന്താണ്, ഒരു മുഖാത്തബത്ത്, ഒരു ഹിത്വാബ് എന്ന് പറയുമ്പോൾ ഹാദിറാണ് അല്ലേ. അപ്പോൾ ഈ അമ്രനെ പിടിക്കലെവിടുന്ന അതിൻ്റെ മുദാരിയായ ഫീൽ ഏതാണോ അതിൽ നിന്നാണ് അമ്രനെ നമ്മൾ ഇഷ്ടിക്കാക്ക് ചെയ്യലല്ലേ. അപ്പോൾ തഅദ്ദബീന എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ എന്താക്കല്, അമ്രനെ ഈ തഅദ്ദബി എന്ന അമ്രനെ പിടിക്കലല്ലേ. കാരണം തഅദ്ദബീന എന്ന് നീ ഒരു സ്ത്രീ എന്താകും, ഡിസിപ്ലിൻഡ് ആകും എന്ന ആ ഒരു ഫീലിൽ നിന്നാണ് നമ്മൾ അമ്രനെ പിടിക്കൽ. അപ്പോൾ അതിൻ്റെ ഈ തഅദ്ദബി എന്നതിൻ്റെ അമ്ര് അതിൻ്റെ മുദാരി ഒറിജിൻ ശരിക്കും വരുന്നത് തഅദ്ദബീന എന്നതിനാണ്. തഅദ്ദബീന എന്നുള്ളതിൽ നിന്ന് അത് തഅദ്ദബീന എന്നായി മാറും. കാരണം അമ്രിനെ ഇഷ്തിഖാഖ് ചെയ്യുമ്പോൾ, അമ്രിനെ പിടിച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ മുദാറഅത്തിൻ്റെ ഹർഫിനെ കളയുക. അപ്പോൾ തഅദ്ദബീന എന്നുള്ള അതിൻ്റെ മുദാറഅത്തിൻ്റെ ഹർഫിനെ കളഞ്ഞാൽ തഅദ്ദബീന എന്നായി മാറും. പിന്നെ തഅദ്ദബീന എന്നതിൽ നിന്ന് പിന്നെ എന്താണ് നമ്മൾ ചെയ്യാറുള്ളത്, ഇതിൻ്റെ ഈ തഅദ്ദബീന എന്നുള്ളത് നമ്മൾ തഅദ്ദബി എന്ന അമ്രാക്കി മാറ്റുമ്പോൾ അമ്രിൻ്റെ ഒരു പ്രത്യേകതയാണെന്ത്, അമ്ര് ആയി മാറിയാൽ അത് ജസ്മാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ തഅദ്ദബീന എന്നുള്ളത് മുഖാത്തബത്തിൻ്റെ സീഗയായതുകൊണ്ട് ഇത് മുഖാത്തബത്താണ്. അപ്പോൾ ഇതിൽ മുഖാത്തബത്തിൻ്റെ സീഗയാണ്. ഇതിൽ ഈ ഒരു യാ ഉണ്ട് അല്ലേ, യാ ഉൽ മുഖാത്തബത്ത് ഉണ്ട്. അപ്പോൾ യാ ഉൽ മുഖാത്തബത്ത് ഉണ്ടാകുമ്പോൾ ഇത് ഏതിൽ പെട്ടതാണ്, അംസത്തുൽ ഹംസയിൽപ്പെട്ട ഒരു ഫീലാണിത്. അപ്പോൾ തഅദ്ദബീന എന്നുള്ള ഈ ഫീലിൽ മുഖാത്തബത്തിൻ്റെ യാവുള്ളതുകൊണ്ട് അംസത്തുൽ ഹംസയായിപ്പോയി. എന്നിട്ട് ഇതിനെ നമ്മൾ തഅദ്ദബി എന്ന അമ്രാണാക്കി മാറ്റുന്നത്. അപ്പോൾ പൊതുവെ അമ്രിൻ്റെ ഇറാബ് എന്നുള്ളത് ജസ്മാണ്. അപ്പോൾ അമ്രിൻ്റെ ഇറാബ് ജസ്മാണ് അല്ലേ. അമ്രാക്കുമ്പോൾ അമ്ര ഹാദിർ അതിൻ്റെ ഇറാബ് ജസ്മാണ്. അപ്പോൾ തഅദ്ദബി എന്ന അമ്രാക്കുമ്പോൾ അതൊരു ഈ ഒരു ഫീല് മജ്സൂമായി മാറുമ്പോൾ അതെന്താവും, ഈ അഫ്ആലുൽ ഹംസ അല്ലെങ്കിൽ അംസത്തുൽ ഹംസയിൽപ്പെട്ട ഒരു ഫീലിനെ മജ്സൂമാക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്മ ചെയ്യപ്പെട്ടതാക്കുമ്പോൾ അതിലേക്കൊരു ജസ്മ ചെയ്യുന്ന ഒരു ആമിൽ പ്രവേശിച്ചാൽ അപ്പോൾ അതിൻ്റെ ജസ്മ എങ്ങനെയായിരിക്കും, ആ നൂനിനെ കളയൽ കൊണ്ടായിരിക്കും. ആ തഅദ്ദബീന എന്നുള്ള ഈ നൂനിനെ കളയൽ കൊണ്ടാണ് ജസ്മ ചെയ്യൽ അല്ലേ. അപ്പോൾ തഅദ്ദബീന എന്നുള്ളത് എന്തായി, തഅദ്ദബി എന്നായി മാറി. അങ്ങനെ നേരെ ഡയറക്റ്റായിട്ട് അമ്രായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ തഅദ്ദബീന എന്നായിരുന്നു അസ്ല്, അതിൽ നിന്ന് മുദാറഅത്തിൻ്റെ ഹർഫിനെ കാണുന്നു. അപ്പോൾ തഅദ്ദബീന എന്നായി. പിന്നെ ഇത് അംസത്തുൽ ഹംസ ആയതുകൊണ്ട് ഇത് അംസത്തുൽ ഹംസയിൽ പെട്ടതാണ്. കാരണം ഖിതാബ് മുഖാത്തബത്തിൻ്റെ യാ അവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കാരണത്താൽ അതിനെ അമ്ര ഹാദിറിലേക്ക് ആക്കുമ്പോൾ ഇതിൻ്റെ ജസ്മ് എന്നുള്ളത്, ഈ അമ്ര ഹാദിറിൻ്റെ ജസ്മ് എന്നുള്ളത് ഈ ഒരു ഹർഫിനെ കളയലുള്ള, ഈ ഒരു ഹർഫ് എന്ന് പറയുമ്പോൾ ഈ നൂനിനെ കളയലുണ്ട്. ബി ഹസ്ഫിൻ നൂനിയാണ് ഇവിടെ ഈ അംസത്തുൽ ഹംസയിലുള്ള സാധനങ്ങളുടെ മജ്സൂമാക്കുമ്പോൾ അതിൻ്റെ ഇറാബ് അങ്ങനെയാണ് വരല്. ഹസ്ഫിൻ നൂനി കൊണ്ടാണ് ജസ്മ് വരല് അല്ലേ. അപ്പോൾ തഅദ്ദബു തഅദ്ദബി അങ്ങനെ സൊറഫാക്കി കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണ് വരാറുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആൻസറായി വരുന്നത്. തഅദ്ദബി എന്നുള്ളത് എന്താണ്, അമ്രു ഹാദിറുൽ മുഅന്നസിനുള്ള അമ്രു ഹാദിറാണ്. അത് സൊറഫാക്കുമ്പോൾ എങ്ങനെയായിരിക്കും, തഅദ്ദബ് അതാണ് ഇവിടെ ഉള്ളത്. തഅദ്ദബ് എന്നായിരിക്കും ഫസ്റ്റ് ആ അമ്രിൻ്റെ ഫസ്റ്റ് സീ, അതായത് വഹ്ദാൻ മുദക്കർ ലി അമ്രുൽ ഹാദിർ. തഅദ്ദബ്, പിന്നെ തഅദ്ദബാ, തഅദ്ദബു, തഅദ്ദബി, തഅദ്ദബ, തഅദ്ദബ്ന. ഈ തഅദ്ദബി എന്നതാണ് ഇവിടുത്തെ അമ്ര്, നമ്മുടെ ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെടുന്ന വിഷയം. ഓക്കെ, അപ്പോൾ തഅദ്ദബ് എന്നാണ് അതിൻ്റെ മുദക്കർ, വഹ്ദാൻ മുദക്കർ അലിൽ അമ്ര്. ഈ ഒരു അമ്രുള്ള വഹ്ദാൻ മുദക്കർ തഅദ്ദബാണ്. അതിൻ്റെ തസ്നിയ തഅദ്ദബ, ജംഅ് തഅദ്ദബു, അതിൻ്റെ
മുഅന്നസ് തഅദ്ദബി എന്നാവും. അപ്പോൾ നീ ഒരു സ്ത്രീ എന്താവുക, ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ള തഅദ്ദബി, അങ്ങനെയാണ് അതിന് സർഫാക്കൽ വരല്. പിന്നെ തഅദ്ദബ തഅദ്ദബിന് അത് തസ്നിയും ജമ്മുമായി മാറി. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലിമത്തു അൽ ബറായ. ബറായ എന്ന കലിമത്ത് ഇതിൻ്റെ മുഫ്രദ് എന്താണ് എന്നാണ് ചോദ്യം. ബാറുൻ, ബിറാഉൻ, ബരിയത്തുൻ, ബുറുൻ, ഇതാണ് ചോദ്യം. അപ്പോൾ ബറായ എന്നുള്ളതിൻ്റെ മുഫ്രദ് എന്താണെന്ന ചോദ്യം. ബറായ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ബറായ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബറായ എന്നതിൻ്റെ ജം എന്താ നോക്കുമ്പോൾ ബരിയത്ത് എന്ന കലിമത്തിൻ്റെ ജം ആണ് ബറായ എന്നുള്ളത്. ഓക്കെ, അത് മനസ്സിലായി വെക്കുക. ബരിയത്തിൻ്റെ ജം ആണ് ബറായ എന്നുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്താ നോക്കാം. ഇവിടെ ബാറുൻ എന്ന ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ബാറു എന്നുള്ളത് അതിൻ്റെ ജം എന്താണ്, ബാറൂന, ബററത്ത് എന്നൊക്കെയാണ് അതിൻ്റെ ജം വരല്. അതായത് ബാറുൻ എന്നതൊരു മുഫ്രദാണ്. ബാറുൻ എന്നത് മുഫ്രദാണ് അല്ലേ, മുഫ്രദാണ്. പിന്നെ അതിൻ്റെ ജം ആണ് ബാറൂന അല്ലെങ്കിൽ ബററത്ത്. പിന്നെ ബിറാ എന്നുള്ള ജം ബാര്. അപ്പോൾ ബാര് എന്നുള്ളതാണ് മുഫ്രദ്, ബാര് എന്നുള്ള മുഫ്രദാണ്. അപ്പോൾ അതിൻ്റെ ജം ആണ് ബിറാ എന്ന് ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ള ഈ ബിറാ, ഈ സാധനം. പിന്നെ ഇനി മൂന്നാമത്തെ ഈ ബുർറ് എന്നുള്ളത് മുഫ്രദുഹു ബുർറത്തുൻ. അതായത് ഈ ബുർറ് എന്നുള്ളത് ജം ആണ്, അതിൻ്റെ മുഫ്രദാണ് ബുറത്ത് എന്നുള്ളത്. ഓക്കെ, ബുറത്ത് എന്നുള്ളതാണ് ബുറിൻ്റെ മുഫ്രദ്. അപ്പോൾ ബുർറ് എന്നുള്ളത് ജം ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, കലിമത്തു ആനിസത്തുൻ. ആനിസത്ത് എന്നുള്ള കലിമത്ത് ജംഉഹു, അതിന് ജം എന്താണെന്ന് ചോദ്യം. അനീസാത്തുണ്ട്, ആനിസാത്തുണ്ട്, അവാനിസുണ്ട്, അൻസിയാത്തുണ്ട്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഗസ് ചെയ്യാൽ വളരെ സിമ്പിളായിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന സാധനം ആനിസത്തും ജമ്മ് ആനിസാത്ത് എന്നുള്ളതാണ് അല്ലേ. പിന്നെ അനീസാത്ത് എന്നൊക്കെ ഉള്ളതൊക്കെ ഇവിടെ ചില ഹർഫുകളൊക്കെ അധികരിപ്പിച്ച് കൊടുക്കണം, ഒരു അസുലിയായിട്ടില്ലാത്ത ഹർഫൊക്കെ. പിന്നെ അവാനിസ്, ഇതൊക്കെ സാധ്യതയുള്ള സാധനങ്ങളാണ്. പിന്നെ അൻസിയാത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ സാധനമായി മാറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ നോക്കുക, ആനിസാത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ആനിസത്തുൻ എന്നതിൻ്റെ ജമ്മ് ആനിസാത്ത് എന്നാണ്. ഓക്കെ, പിന്നെ ഇനി ഇതിൻ്റെ അപ്പോൾ ഈ ഒരു ആനിസത്ത് ജം ആനിസാത്ത് എന്ന് പറഞ്ഞു. ഈ അവാനിസ് എന്നുള്ളതും ഈ ഒരു ആനിസത്ത് എന്നതിൻ്റെ ജം ആയിട്ട് എന്താവാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ആനിസത്തുൻ, ആനിസാത്തുൻ, അവാനിസുൻ എന്നുള്ളതും ഇതിൻ്റെ ജം ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്, ഈ PYQ സെഷൻ. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷന് വളരെ ക്രൂഷ്യലായിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരു സംഗതിയാണ് PYQ സെഷൻ. PYQ എന്നുള്ളത് അത് അനലൈസ് ചെയ്യലും പിന്നെ അതുപോലെ തന്നെ സോൾവ് ചെയ്യലൊക്കെ നമ്മുടെ ബാധ്യതയാണ്. കാരണം നിലവിലെ ട്രെൻഡായിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ട്രെൻഡായിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ, അതിൻ്റെ മോഡൽസൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക, അത് ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക. ഇത്തരത്തിലുള്ള രൂപത്തിലാണ് നമുക്ക് ഈ ഒരു എക്സാം പ്രിപ്പറേഷന് ഈ ഒരു PYQ സെഷൻ എന്നുള്ളത് ഇത്തരത്തിലാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.